Sir, audible alle? Audible aanu, Dr. Valda audible aanu. Okay. Start cheyala enna sir? Ready aanu. Good evening, one and all. Myself, Dr. Aishwarya Haran, AMI District Joint Secretary, hereby cordially invites one and all dear friends to our first AMI Ernakulam Area CME on behalf of World Cancer Day. This World Cancer Day falling on 4th Feb, we recognize the power of knowledge. We know that every single one of us has the ability to make a difference, large or small, and that together we can make real progress in reducing the global impact of cancer. So let us all put our hands together, whoever and wherever we are, to play our part in creating a cancer-free world. So thus this year, the theme of cancer, the World Cancer Day goes, close the care gap. Let's just put hands together and have a silent prayer to the Almighty and have the Loka Samasta Sugino Bhavantu. So let us start our session with a welcome address by Dr. Martina Mathachan. She is the President Secretary of Ernakulam Area, AMI Ernakulam Area. I welcome you, Doctor. AMI Ernakulam Area, in association with Lions Club International, welcomes all the doctors, especially Dr. P.B Suseela doctor, for today's management, that is cancer in childhood and management. I welcome Dr. V. Madhavachandran doctor, President Ernakulam Area, State General Secretary Dr. Sadat Dinakar, State Committee Member Devadasan Doctor, State Committee Member Valsala Devi Doctor, Governor Lions District 318C VC James Sir, District Secretary Childhood Cancer Project and Dialysis Johnson C. Abraham. I want to welcome all the Ernakulam Area Committee members and all the Lions Club members who have come to attend this seminar. I welcome all the members and thank you. Thank you, Dr. Martina. So next we have our presidential address by Dr. V. Madhavachandran, who is the President of Ernakulam, AMI Ernakulam Area. I welcome you, sir, for the presidential address. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. നമ്മളുടെ കൂടെ ഇന്ന് വന്നിട്ടുള്ളത് ബഹുമാന്യരായ മഹത് വ്യക്തികളാണ്. നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെ ഡോക്ടർ സാദത് ദിനകർ ആണ്. സാദത് ദിനകർ നമ്മുടെ AMAയുടെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ജനറൽ ആണ്, ജനറൽ സെക്രട്ടറിയാണ്, സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തെ കൂടാതെ നമുക്ക് വളരെ പ്രശസ്തനായ ഒരു ചീഫ് ഗസ്റ്റ് എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് ലയൺസ് ക്ലബ് ഇന്റർനാഷണലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്, ലയൺസ് ക്ലബുമായിട്ടാണ് ഇന്നത്തെ ഡിസ്ട്രിക്റ്റുമായിട്ടാണ്, ലയൺസ് ഡിസ്ട്രിക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അതിൽ വന്നിട്ടുള്ളത് ലയൺ VC ജെയിംസ്, ഗവർണർ ഓഫ് ലയൺസ് ഡിസ്ട്രിക്ട് 318C. അദ്ദേഹം വളരെ പ്രശസ്തനാണ്. ഇവിടെ എറണാകുളത്ത് ഒത്തിരിയധികം പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലയൺ ജോൺസൺ സി എബ്രഹാം, അദ്ദേഹം പീഡിയാട്രിക് ക്യാൻസറിലെ ചൈൽഡ്ഹുഡ് ക്യാൻസറിനെ കുറിച്ചിട്ട് ഒരു വലിയ പ്രോജക്റ്റ് തന്നെ 1.5 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അത്ര വലിയൊരു പ്രോജക്റ്റ് അദ്ദേഹം ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാമും നമ്മളുടെ പ്രോഗ്രാമും ഒരുപോലെ ചേർന്ന് വരുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്കിവിടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ ദേവിദാസ് വെള്ളോടിയുണ്ട്, അതുപോലെ ഡോക്ടർ വത്സല ദേവിയുണ്ട്. പിന്നെ ഇവരെക്കാളൊക്കെ ഒട്ടും ഇമ്പോർട്ടൻസ് കുറയാതെ തന്നെ ലാസ്റ്റ് ആണ്, ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഡോക്ടർ സുശീല സജി.
P.B Suseela. ഡോക്ടർ സുശീല എനിക്ക് ഒരു 10-20 വർഷത്തിന് മുമ്പ് തന്നെ പരിചയമുള്ള ആളാണ്. സഹോദരിയെ പോലെയാണ്, സ്വന്തം സഹോദരിയെ പോലെ ഞാൻ കണക്കാക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ ഡോക്ടർ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ചികിത്സ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഞാൻ ഡോക്ടറുടെ ഒരു 180ഓളം കേസുകൾ ഞാൻ പേഴ്സണലി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം അത് എത്രമാത്രം എഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഞാൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഹെഡ് ആയിരുന്ന സമയത്താണ് ചെയ്തിട്ടുള്ളത്, ഒരു പ്രോജക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഗസ്റ്റുകൾ. അതുപോലെ തന്നെ ഡോക്ടർ വത്സല ദേവി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്, അവരും ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ ഇനി ഒരു 2 വാക്ക് കുട്ടികളിലെ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ, ഇന്ന് കുട്ടികളിലെ ക്യാൻസറിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ റെലവെന്റ് ആയിട്ടൊരു സബ്ജക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഞങ്ങൾ പറയാ ആഹാരം, വിഹാരം, വിചാരം, ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ക്യാൻസർ അല്ലെങ്കിൽ ഏത് രോഗവും വരുന്നത് എന്നുള്ളതാണ്. അതിലെ നല്ല ആഹാരത്തിലോ വിഹാരത്തിലോ വിചാരത്തിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കൃത്യമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതെല്ലാം ഉണ്ട്. ആഹാരം, ഫാസ്റ്റ് ഫുഡ്, വിഹാരം അത് ആണെങ്കിൽ നമ്മുടെ ഫുൾ ടൈം കമ്പ്യൂട്ടറും മൊബൈലുമായിട്ട് ജീവിക്കുന്ന ആളുകൾ, വിചാരം, സ്ട്രെസ്, വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇതൊക്കെ ഇതിന്റെ ഒരു കാരണമായിരിക്കാം. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇതെല്ലാം കേൾക്കാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രസിഡൻഷ്യൽ അഡ്രസ്. താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു വെരി മച്ച്. Thank you, sir. Thank you for your kind words. As we all know, we have got with us Dr. Sadat Dinakar. He's a real backbone of whole AMI, presently acting as a state general secretary. And he's been in this position since last 3 to 4 years. So he'll be also having a lot to tell with us. So I really call upon Sadat sir for a few words and also to inaugurate this CME function. Thank you. Thank you, Dr. Aishwarya. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷൻ AMAയുടെ എറണാകുളം ഏരിയ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മാധവചന്ദ്രൻ, ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് എറണാകുളം ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ ഗവർണറായിട്ടുള്ള CB ജെയിംസ് സാർ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞത് നമ്മുടെ ലയൺസിന്റെ ചൈൽഡ്ഹുഡ് പ്രോജക്റ്റിന്റെ ഹെഡായിട്ടുള്ള ജോൺസൺ എബ്രഹാം, ഒപ്പം AMAയുടെ എറണാകുളം ഏരിയ സെക്രട്ടറി ഡോക്ടർ മാർട്ടീന മാത്തച്ചൻ, സീനിയർ ഡോക്ടർമാരായിട്ടുള്ള ഡോക്ടർ ദേവിദാസ്, ഡോക്ടർ വത്സലാദേവി, ഡോക്ടർ ഹരീഷ് വാര്യർ, ഡോക്ടർ ഐശ്വര്യ, പ്രിയ ഡോക്ടർമാരെ, സുഹൃത്തുക്കളെ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് വളരെ പ്രാധാന്യമുണ്ട്. കാര്യം ലയൺസ് ക്ലബ്ബുമായി കൈകോർത്തുകൊണ്ട് എറണാകുളം ജില്ല നടത്തുന്ന ഒരു പ്രോഗ്രാം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലായി എന്നുള്ളത് വളരെ സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ഇനിയും അങ്ങോട്ട് നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് ഇത്തരത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു. കാരണം സാമൂഹ്യ പ്രതിബദ്ധതയുടെ രീതിയിൽ ഏറ്റവും അധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അടക്കം നടത്തുന്ന, അതിന് ലോകത്താകമാനം നേതൃത്വം കൊടുക്കുന്ന ലയൺസ് ക്ലബിനെ പോലെയുള്ള ഒരു ഒരു പ്രസ്ഥാനവുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഇതിന് വളരെ പ്രസക്തമായ ഒരു വിഷയം, ഈ ക്യാൻസർ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ സെമിനാറിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ക്യാൻസറും അതിന്റെ പ്രതിവിധികളും എന്ന ഈ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് തന്നെ സെലക്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ക്യാൻസർ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടായിരുന്നു. AMA തന്നെ അത്തരം അവയർനെസ് പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 200-ലധികം ക്ലാസ്സുകൾ വിവിധ ജില്ലകളിൽ വിവിധ അസോസിയേഷനുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് നടത്തുകയുണ്ടായി. നമ്മൾ വളരെ ഒരു പുനർചിന്തനത്തിന് വിജയമാക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം പണ്ട് കാലത്ത് ഒരു 50-60 വയസ്സ് കഴിഞ്ഞ് കണ്ടുകൊണ്ടിരുന്ന ജീവിതചര്യാജന്യ രോഗങ്ങൾ എന്ന് പറയുന്ന രോഗങ്ങൾ ഇപ്പൊ ക്യാൻസറും ജീവിതചര്യാജന്യ രോഗത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യം പ്രഷർ, ഷുഗർ തുടങ്ങി ഹാർട്ട് അറ്റാക്ക് വരെയുള്ള രോഗങ്ങൾ ഈ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പാണ് 50-60 വയസ്സാണെങ്കിൽ ഇപ്പൊ അതിന് 30-ലും 25-ലും ഇപ്പൊ കുട്ടികളിലും വളരെ കോമൺ ആയി കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. പലപ്പോഴും നമ്മൾ അടിസ്ഥാനപരമായ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും അതിന് നമ്മുടെ കേരളത്തിൽ വന്ന ഒരു മാറ്റമാണ് പ്രധാന ഘടകമെന്ന് തന്നെ കാണേണ്ടത്. കാരണം ഇത്തരം രോഗങ്ങളുടെ ഒരു തലസ്ഥാനം എന്ന രീതിയിലേക്ക് കേരളം മാറുന്നു. ഔഷധ വിൽപ്പനയിൽ
ജനസംഖ്യാനുപാതികമായി ഏറ്റവും അധികം ഔഷധ വിൽപ്പന നടക്കുന്ന സംസ്ഥാനമായി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാന വിഷയം എന്താണ്? നമ്മുടെ ഒരു പരമ്പരാഗതമായി കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ജീവിത ശൈലിയിലും ആഹാര രീതിയിലും വന്ന മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇതിന് കാരണമെന്ന് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും. കാരണം കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു പരമ്പരാഗത ആഹാര രീതി, അത് യഥാർത്ഥത്തിൽ ഒരു ആയുർവേദത്തിൽ അധിഷ്ഠിതമായ ഒരു ആഹാര രീതി തന്നെയായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ് സത്യം. നമുക്കൊരു കഞ്ഞിയും പയറും പോലെ ഒരു ഹ്യൂമിഡിറ്റി കൂടുതലുള്ള കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് നമുക്ക് വളരെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒക്കെ നിറഞ്ഞ ഇങ്ങനെയുള്ള കപ്പ, പുഴുക്ക്, ഇങ്ങനെ പല രീതിയിൽ കേരളത്തിന്റെ അന്തരീക്ഷത്തിന്, പ്രത്യേകിച്ച് ഒരു ഹ്യൂമിഡിറ്റി നിറഞ്ഞ അന്തരീക്ഷത്തിന്, വിയർപ്പ് കൂടുതലുള്ള അന്തരീക്ഷത്തിന് അനുയോജ്യമായ ആഹാര രീതി ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളുടെ അടുത്ത് എന്താണ് കേരളത്തിന്റെ തനത് ഭക്ഷണം എന്ന് വെച്ചാൽ പൊറോട്ടയും ബീഫും എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പം അത് ആ ഒരു സിസ്റ്റത്തിലേക്ക്, നമ്മുടെ ഒരു പഴയ അടിസ്ഥാനപരമായ ആഹാര രീതിയിലേക്കും ജീവിത ശൈലിയിലേക്കും നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ, ക്യാൻസർ മാത്രമല്ല ഇതോടൊപ്പം വരുന്ന മറ്റ് ജീവിതചര്യാജന്യ രോഗങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് സത്യം. എനിക്കൊന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ സബ്ജക്റ്റിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമുക്ക് വിവിധ തരത്തിലുള്ള ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ കുട്ടികളിൽ വളരെ കോമൺ ആയി കാണുന്ന ഒരു സാഹചര്യം. ഇപ്പൊ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആഹാരത്തിന്റെ ഒരു കാര്യം വലിയൊരു മാറ്റമാണ്. നമ്മുടെ സ്കൂളിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ട് കാലത്ത് ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പോലും, ഇപ്പൊ എന്റെ ഏജിലുള്ള സമയത്ത് പോലും നമുക്ക് 2 ഭക്ഷണമേ ഉള്ളൂ. നമ്മൾ സ്കൂളിൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോയി കഴിഞ്ഞാൽ ഉച്ച ഭക്ഷണമായിരിക്കും പിന്നെ ഉണ്ടാവുക. അത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിക്കുകയായിരിക്കും ചെയ്യുക. ഇപ്പോൾ സ്കൂളുകളിൽ, പ്രത്യേകിച്ച് ആധുനിക സ്കൂളുകളിലൊക്കെ തന്നെ അതിന്റെ സമയം, സ്കൂളിന്റെ സമയം മാറി ഇതുകൊണ്ടൊക്കെ ആകാം. പക്ഷെ ഒരു എന്താ പറയുക, ഒരു സ്നാക്ക് ടൈം ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 11 മണിക്കൊരു സ്നാക്ക് ടൈം. ഈ സ്നാക്ക് ടൈം എന്ന് പറയുന്നത് നമ്മുടെ പേരൻസിനെ കുറ്റം പറയാം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ജങ്ക് ഫുഡ് കൊടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം. അവര് ബേക്കറി ഐറ്റംസ്, സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ കീപ്പ് ചെയ്യും, അത് കൊടുക്കേ പറ്റുള്ളൂ, കുട്ടികൾക്ക് കൊടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. സത്യത്തിൽ അത് മാറ്റം വരുത്തിക്കൊണ്ട് അതൊരു ഫ്രൂട്ട് ടൈം എന്നോ എല്ലാ ദിവസവും ഒരു പ്രത്യേക ഫ്രൂട്ട് കൊണ്ടുവന്ന് കുട്ടികൾ കഴിക്കണമെന്ന രീതിയിലൊക്കെ ഒരു മാറ്റങ്ങളാണ് സത്യത്തിൽ ഇതിന് വരേണ്ടത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, ഞാൻ ഉദ്ദേശിച്ചത് മാത്രമേ ഉള്ളൂ. നമ്മൾ ക്യാൻസർ പോലെയുള്ള നമ്മുടെ ഈ മേഖലയിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ കാണുന്നതിന് ഇത്തരത്തിലുള്ള എന്താണ് ഈ തെറ്റായ രീതികളെ എല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കാനായ ഒരു കൂട്ടായ പരിശ്രമമാണ് നമുക്ക് ആവശ്യം. അതിന് അടിസ്ഥാനപരമായ ജീവിതശൈലിയിലും ആഹാര രീതിയിലും വന്ന മാറ്റം, നമ്മുടെ സമൂഹത്തിന് കേരളത്തിലെ സംസ്കാരത്തിൽ വന്ന മാറ്റം മാറ്റിക്കൊണ്ട് പഴയ ഒരു നിലയിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ടെന്നും അതിനുവേണ്ടി ഉള്ള വലിയൊരു തുടർ പ്രവർത്തനം, നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടൊരു തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള വിവിധങ്ങളായ എന്താ പറയുക ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് അസോസിയേഷന്റെ വിദഗ്ധരായ ഡോക്ടർമാർ നിരവധിയുണ്ട്. എല്ലാവരും തയ്യാറാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ മാസം തന്നെ ICDs, കേരള ഗവൺമെന്റിന്റെ വനിതാ ശിശുക്ഷേമ വകുപ്പായ ICDSുമായി ചേർന്ന് 34,000-ഓളം വരുന്ന അംഗനവാടികളുടെ ഉപഭോക്താക്കൾക്ക്, അതായത് അമ്മമാരും കുട്ടികളുടെ അമ്മമാരുമായിട്ടുള്ളവർക്ക് നമ്മൾ 2000-ലധികം ക്ലാസ്സുകളാണ് എടുക്കുകയുണ്ടായത്. അത് അനീമിയ ദിനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അവിടെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്കെല്ലാം തന്നെ ലയൺസ് ക്ലബ്ബുമായി ചേർന്നുകൊണ്ട് നമ്മൾ കേരളം മൊത്തത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾക്ക് അസോസിയേഷന്റെ സഹകരണം തയ്യാറാണെന്ന് അങ്ങേ അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് ഞങ്ങളോട് സഹകരിച്ചതിനുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് എനിക്കൊന്ന് ഡോക്ടർ ബിനോയിയൊക്കെ ലയൺസ് ക്ലബ്ബുമായിട്ട് വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന നിരവധി ഡോക്ടർമാർ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഡോക്ടർ എന്താ പറയുക ദേവിദാസ് ഡോക്ടർ അടക്കമുള്ള, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു സഹകരണം നമ്മുടെ ഈ സാമൂഹ്യ വിപത്തുകൾക്കെതിരെയുള്ള പോരാട്ടത്തിന് സംഘടനയ്ക്ക് ലയൺസ് ക്ലബിന്റെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം ഞാൻ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്യാൻസർ അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായി നടക്കുന്ന ഇന്നത്തെ ക്ലാസ്, പ്രത്യേകിച്ച് സുശീല സജി ഡോക്ടറെ കുറിച്ച് ആൾറെഡി മാധവേന്ദ്രൻ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാര്യം ആയുർവേദ മേഖലയിൽ ക്യാൻസർ ചികിത്സയുമായി വേണ്ടി വലിയൊരു സാധ്യതയാണ് ഉള്ളത്. കാരണം പലതരത്തിലുള്ള ഓരോ സ്റ്റേജ് നമുക്ക് ആധുനിക വൈദ്യശാസ്ത്രവും ആയുർവേദം പോലെയുള്ള പരമ്പരാഗത വൈദ്യശാസ്ത്രവും കൂടെ ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഇത് പൂർണ്ണമായ ശാന്തി പലപ്പോഴും കിട്ടുക. പലപ്പോഴും ഇത് പറയാറുണ്ട്. കാര്യം ക്യാൻസർ ചികിത്സയെ ബന്ധപ്പെട്ട് ചില പ്രത്യേക സ്റ്റേജുകളിൽ അപ്പം ആദ്യം ഒരു സർജിക്കൽ ഇന്റർവെൻഷൻ ആവശ്യമുണ്ടെങ്കിൽ ആദ്യം സർജിക്കൽ ഇന്റർവെൻഷൻ ശേഷം ആയുർവേദത്തിലേക്ക് പോവുക. ചിലത് ആയുർവേദ ഇന്റർവെൻഷന് ശേഷം നമുക്ക് സർജിക്കൽ കണ്ടീഷനിലേക്ക് എത്താവുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യം. ചില കേസുകളിൽ ആയുർവേദം കൂടുതൽ ഗുണകരമായി മാറുന്നു, ചിലതിന് ആധുനിക വൈദ്യശാസ്ത്രം. അപ്പൊ ഇതേ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് പൂർണ്ണമായി ഇത് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യം. അതിനുവേണ്ടിയുള്ള വലിയൊരു ശ്രമം ഉണ്ടാകും. അതിനകത്ത് സുശീല സജി ഡോക്ടറെ പറഞ്ഞിടത്തോളം പറഞ്ഞാൽ ഏറ്റവും അധികം കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ക്യാൻസർ രോഗികളെ ചികിത്സിക്കുകയും അവർക്ക് ശാന്തി നൽകുകയും ചെയ്തിട്ടുള്ള ഏറ്റവും പ്രമുഖയായ ചികിത്സ തന്നെയാണ്. അവരെ തന്നെ മാഡത്തെ തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ കിട്ടി എന്നുള്ളതും വളരെ സന്തോഷകരമാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഒന്നുകൂടി IMAയുടെ എല്ലാവിധ പിന്തുണയും ഇത്തരം പ്രവർത്തനങ്ങൾക്ക്, ലയൺസ് ക്ലബ്ബ് നടന്ന പ്രവർത്തനങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും അനുവാദത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ ഈ ക്യാൻസർ അവയർനെസ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
Thank you so much, sir. Thank you for your short inspirational talk and words. Sure, we give the assurance to Lions Club. We'll be always with you. So thank you, sir. And now we have got our chief guest, Lions VC James, sir. For the introduction of our chief guest, I call upon Dr. Devidas, sir. He's our AMI State Committee member and Lions MJF. So I welcome you, Devidas, sir, for the introduction to the chief guest. നമസ്കാരം. ഇന്നത്തെ അധ്യക്ഷൻ മാധവചന്ദ്രൻ, ആക്ച്വലി മാധവേന്ദ്രൻ ലയൺ മാധവചന്ദ്രനാണ്. ലയൺ മാധവേന്ദ്രൻ, ഡോക്ടർ മാധവേന്ദ്രൻ, AMIയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ സാദർ ദിനകർ, ലയൺസിന്റെ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ PMJF CA VC ജെയിംസ് സാർ, ലയൺ ജോൺസൺ ഡോക്ടർ വത്സല ദേവി, ഇന്നത്തെ ഫാക്കൽറ്റി ഡോക്ടർ P.B സുശീല സജി, മാർട്ടിന മാത്യു, മറ്റ് പ്രമുഖ ഡോക്ടർമാരെ, ലയൺസ് സുഹൃത്തുക്കളെ നമസ്കാരം. ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ഒരു ക്യാൻസർ അവയർനെസ് പരിപാടി നടത്തുക എന്നുള്ളത് AMIയുടെ ഒരു പദ്ധതിയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതെന്ന് അറിയാമല്ലോ. ഇവിടെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഏറ്റവും വലിയ ആയുർവേദ ഡോക്ടർമാരുടെ ഏറ്റവും വലിയ സംഘടനയാണ്. നമുക്ക് ഏകദേശം കേരളത്തിൽ 10,000-ത്തിന് മുകളിൽ മെമ്പർമാരുള്ള സംഘടന കേവലം ഡോക്ടർമാരുടെ ഔന്നത്യം മാത്രമല്ല, ജനങ്ങളിലേക്ക് എങ്ങനെ ഈ ശാസ്ത്രത്തിന്റെ പരിവേഷത, അതിന്റെ ഗുണങ്ങൾ എങ്ങനെ എത്തിക്കാം എന്നുകൂടി ഞങ്ങൾ പ്രവർത്തനത്തിൽ കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ ശാസ്ത്രീയത ജനങ്ങളിലേക്ക് എത്തിക്കണം, ആയുർവേദത്തിൽ ശാസ്ത്രീയമായ ഗവേഷണം നടക്കണം എന്നീ എല്ലാതരം ഉദ്ദേശങ്ങളും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഉണ്ട്. എന്നാൽ ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ആയുർവേദത്തെ അവസാന ചോയ്സായി മാറ്റുന്നതിന് പകരമായിട്ട് ആയുർവേദത്തെ ആദ്യത്തെ ചോയ്സായി മാറ്റണം എന്നാണ് ഞങ്ങളുടെ സംഘടന എല്ലാവരോടും പറയാറുള്ളത്. നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ ആദ്യം ആയുർവേദത്തെ അപ്രോച്ച് ചെയ്തിട്ട് അത് കുറഞ്ഞില്ലെങ്കിൽ മാത്രം മതി മോഡേൺ മെഡിസിനിലേക്ക് മാറുക എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. ആയുർവേദം അവസാന വാക്കല്ല, ആയുർവേദം ആദ്യത്തെ വാക്കാണ്. എന്നാൽ ഈ തരത്തിലുള്ള ഇപ്പോൾ ലോകമൊട്ടാകെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് അല്ലെങ്കിൽ കൂടുതൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിലേക്ക് ഉറ്റുനോക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വ്യാജവൈദ്യത്തിൽ നിന്നാണ്. അത് ആദ്യ വൈദ്യത്തിന്റെ പേരിലായാലും സിദ്ധവൈദ്യത്തിന്റെ പേരിലായാലും കളരിവർമ്മ ചികിത്സയുടെ പേരിലാണെങ്കിലും മൗലവിമാരുടെ ചികിത്സയുടെ പേരിലാണെങ്കിലും ഇന്ന് ജനങ്ങളെ പല രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള പ്രചരണങ്ങൾ കൂടെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഈ കള്ളനാണയങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഇത് ഞാൻ ലയൺസ് സുഹൃത്തുക്കളോടാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. കാരണം ആയുർവേദ ഡോക്ടേഴ്സിന് ഈ വക കാര്യങ്ങൾ അറിയുന്നതാണ്. ഇത്തരം കള്ളനാണയങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആയുർവേദത്തിന്റെ, നമ്മുടെ തനതായ ശാസ്ത്രശാഖയായ ആയുർവേദത്തിന്റെ ഒരു പുരോഗതിക്കും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കൂടി നിങ്ങളുടെ പ്രയത്നം കൂടി ഉണ്ടാകണം എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. എന്താണ് ലയണിസം എന്ന് നമ്മുടെ ആയുർവേദ ഡോക്ടേഴ്സിന് ഒരു വാക്കുകൊണ്ട് ഞാൻ സൂചിപ്പിക്കട്ടെ. ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയേതര സേവന സന്നദ്ധ പ്രസ്ഥാനമാണ് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ. 1917 രൂപീകൃതമായ ഈ പ്രസ്ഥാനത്തിൽ 200 രാജ്യങ്ങളിലായി 1.5 ദശലക്ഷത്തിലധികം മെമ്പർമാരുണ്ട്. ഇന്ത്യയിൽ ലയൺസ് പ്രസ്ഥാനം നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ലയൺസ് ക്ലബിന്റെ സേവനത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ലയൺസ് ഡിസ്ട്രിക്റ്റുകളെ വേർതിരിച്ചിട്ടുണ്ട്. ഇവിടെ എറണാകുളം, ഇടുക്കി, ആലപ്പുഴ ജില്ലകൾ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ലയൺസ് ഡിസ്ട്രിക്ട് 31HC. ഈ ലയൺസ് ഡിസ്ട്രിക്ട് 31HCയുടെ ഈ വർഷത്തെ സാരഥിയാണ് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായ PNJF ലയൺ ചാർട്ടേഡ് അക്കൗണ്ടന്റ് VC ജെയിംസ് സാർ. VC ജെയിംസ് സാറ് 1983 ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ്സായതിനു ശേഷം തന്റെ പ്രൊഫഷണൽ രംഗത്തേക്ക് വന്നതിന്റെ കൂടെ തന്നെ 1984 ലയൺസ് പ്രസ്ഥാനത്തിൽ ചേർന്ന് സേവന രംഗത്തേക്ക് കൂടി തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയുണ്ടായി. തുടർന്ന് നിരവധി തലങ്ങളിൽ ലയൺസ് പ്രസ്ഥാനത്തിന് നിരവധി തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും അങ്ങനെ ഈ വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണറായി ചാർജ് എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കൊറോണ വകവയ്ക്കാതെ തന്റെ ടീം അംഗങ്ങളോട് കൂടി VC ജെയിംസ് ഹോം ഫോർ ഹോംലെസ്,
ലീഡ് ദ ലൈറ്റ്, ചൈൽഡ്ഹുഡ് ക്യാൻസർ, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, സൈറ്റ് ഫസ്റ്റ് പ്രോഗ്രാം, ഡയാലിസിസ് സപ്പോർട്ട്, സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ പ്രോജക്ട്, സ്ട്രീറ്റ് ടോയ്ലറ്റ് കോംപ്ലക്സ് പ്രോജക്ട്, സ്ട്രീറ്റ് വെണ്ടർ അംബ്രല്ല പ്രോജക്ട്, റീഡിംഗ് പ്രോഗ്രാം തുടങ്ങി നിരവധി ലയൺസിന്റെ സേവന രംഗത്തുള്ള നിരവധി പരിപാടികളുമായി വളരെയധികം ബിസി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈൽഡ്ഹുഡ് ക്യാൻസറിന്റെ ഇത്തവണത്തെ പ്രധാന സാരഥിയായാണ് ഈ വർഷത്തെ ഡിസ്ട്രിക്ട് സെക്രട്ടറി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ ഇവിടെ ആശംസ പറയാൻ എത്തിയിട്ടുണ്ട് ലയൺ എം ജെ ജോൺസൺ അബ്രഹാം. അദ്ദേഹവും കൂടി ചേർന്നുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളാണ് ഈ വർഷം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ലയൺ വി സി ജെയിംസ്, ഭാര്യ ഓമന ജെയിംസും മക്കളായ ഗീത ഡെന്നി, ജീവൻ ജെയിംസ്, ജാക്സൺ ജെയിംസ് എന്നിവരുമായി എറണാകുളത്ത് താമസിക്കുകയാണ്. ഞാൻ സസന്തോഷം നിങ്ങളെല്ലാവരെയും മുമ്പിൽ ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ 3180 ഗവർണറായ ലയൺ വി സി ജെയിംസിനെ പരിചയപ്പെടുത്തുകയാണ്. സാറിനെ മുഖ്യ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. Thank you, sir. Thank you, Devdas sir. So I now call upon our chief guest for the addressing Lion VC James, Governor, Lions District 318C. Most heartily welcoming you, sir. Thank you. Thank you very much. So at the very outset, I would like to express my sincere thanks for introducing me to this soul meeting gathering by Lion Dr. Devdas Elludi in a most befitting manner. Lion Dr. B. Madhavachandran, President of Ayurveda Medical Association of India, Ernakulam area. Dr. Sadat Dinkar, General Secretary, AMAI. Lion Johnson C. Abraham, District Chairperson and Chairperson for the Committee of Childhood Cancer of Lions of the District 318C. മറ്റ് ലയൺസ് സുഹൃത്തുക്കളെ, AMAയുടെ സാരഥികളെ, ഡോക്ടേഴ്സ്, ഇൻവൈറ്റഡ് ഗസ്റ്റ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ആദ്യമായിട്ട് ഇന്ന് എന്നെ ഇവിടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുകയും നിങ്ങളുടെ കൂടെ കുറച്ചു നേരത്തേക്ക് ഈ ഒരു പ്രധാന സബ്ജക്റ്റിന്റെ കൂടെ സംസാരിക്കാൻ ഒരു അവസരം തന്നതിൽ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി തന്നെ പറയുകയാണ്. കാരണം നമ്മുടെ പ്രസിഡന്റ് ലയൺ ഡോക്ടർ വി മാധവചന്ദ്രൻ തന്നെ എന്നെ ഉള്ളത് പറയാം പല പ്രാവശ്യം വിളിച്ചിരുന്നു. വെരി വെരി കോർഡിയൽ, നൈസ് ഡോക്ടർ, നൈസ് പേഴ്സൺ. So I thank you all for your kind invitation, because I find it is an auspicious matter and a decision, and there is an opportunity for me to be with you for some time today. നമുക്കറിയാം, അസുഖങ്ങളിലെ മാനവരാശിയെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒന്നാണ് ക്യാൻസർ. ഏതാണ്ട് കണക്കനുസരിച്ച് ഇന്ത്യയിൽ തന്നെ ഒരു വർഷം 8 ലക്ഷം പേർ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ആളെ നോക്കിയെടുത്താൽ 9-ൽ ഒരാൾക്ക് തീർച്ചയായിട്ടും ക്യാൻസർ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. മാത്രമല്ല 27% ക്യാൻസർ എല്ലാ വർഷവും ഇന്ത്യയിൽ കൂടി വരുന്നു എന്നുള്ളതാണ് അതിലും പേടിപ്പെടുത്തുന്ന ഒരു കണക്ക്. നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന കുട്ടികളിലെ ക്യാൻസർ, ചൈൽഡ്ഹുഡ് ക്യാൻസർ, അത് തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യം. കാരണം ഓരോ 11 മിനിറ്റിൽ ഒരു കുട്ടി ചൈൽഡ്ഹുഡ് ക്യാൻസറിൽ പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. അപ്പൊ അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലയൺസ് ക്ലബ് ഇന്റർനാഷണലും ആ ഒരു സബ്ജക്റ്റിനെ വളരെ സീരിയസ് ആയിട്ട് വർഷങ്ങളായിട്ട് കണക്കാക്കുന്നു. ഞങ്ങളുടെ ഇന്റർനാഷണൽ മീൻസ് ലോകം മുഴുവൻ ഈ ഒരു ഭാഗം ചൈൽഡ്ഹുഡ് ക്യാൻസറിനെ അതിജീവിക്കാൻ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഞങ്ങളത് ചെയ്യുന്നുണ്ട്. ഇവിടെ സംസാരിച്ച പോലെ ഈ കൊല്ലത്തെ ചൈൽഡ്ഹുഡ് ക്യാൻസറിന് more than 1.5 crore ഒരു പ്രോജക്റ്റ് മുരിക്കാശ്ശേരി ഒരു ഹോസ്പിറ്റലിൽ അതിന്റെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു വർക്ക്. അവിടെ മുരിക്കാശ്ശേരി, ഇടുക്കി അവിടെ സെലക്ട് ചെയ്യാൻ കാരണം ചൈൽഡ്ഹുഡ് ക്യാൻസർ കേരളത്തിൽ കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഇടുക്കി എന്നുള്ളത് ഞങ്ങൾ ഒരു പഠനം നടത്തി മനസ്സിലാക്കിയിട്ടാണ്. മാത്രമല്ല ആ ഹോസ്പിറ്റലിൽ അതിനുള്ള സാമഗ്രികളുണ്ട്. പിന്നെ അതും അപ്പുറം അവിടുത്തെ ചാർജ് ഒക്കെ വളരെ ചെറുതാണ്. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അഫോർഡബിൾ ആണ്, എല്ലാവർക്കും ചെല്ലാൻ. ചിലപ്പോൾ ചാർജ് പോലും വാങ്ങിക്കാത്ത കേസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്നതാണ്. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തു. അത് പ്രോഗ്രസ് ആവുന്നത് നമ്മുടെ ജോൺസൺ ആണ് അതിന്റെ ആള്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്
ഡിസ്കസ് ചെയ്യുന്നതും ഞങ്ങളും, അതായത് ലയൺസുമായിട്ട് നല്ല ബന്ധമുണ്ട്. അത് ഡോക്ടർ ആകണമെന്നില്ല. വി ആർ വെരി മച്ച് വിത്ത് യു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ക്യാൻസർ മൂലമുള്ള ഈ മരണനിരക്ക് കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ഈ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന രണ്ടാമത്തെ അസുഖം ക്യാൻസർ എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന അസുഖത്തെ, അതായത് ഈ ക്യാൻസറിനെ സാധാരണ എല്ലാവരും അലോപ്പതി ട്രീറ്റ്മെന്റിലേക്കാണ് കടക്കുക. പക്ഷെ ആയുർവേദത്തിന് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ റിലവൻസ് എന്താണ്, അതിലെന്താണ് കൂടുതൽ പ്രാഗൽഭ്യമുള്ളത് എന്നുള്ളൊരു ഭാഗം കൂടെ കൊണ്ടുവരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് എനിക്ക് 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയത് ആയുർവേദത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നെന്നും ഇനിയും വളരെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആയുർവേദ ഇൻ ദ മാറ്റർ ഓഫ് ദിസ് എസ്പെഷ്യലി ചൈൽഡ്ഹുഡ് ക്യാൻസർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എഗെയിൻ നമുക്കറിയാം, നമ്മളുടെ ഇറാസ്മിസ്, അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന മുദ്രാവാക്യം നമ്മളിൽ പറഞ്ഞു തന്നൊരു മഹത് വ്യക്തി. അതാണ് ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കി കൊണ്ടുവരേണ്ടത്. ഈ അലോപ്പതി ആയുർവേദ 2 ചികിത്സ, സാധാരണ എല്ലാവരും അലോപ്പതിയിലാണ് ആദ്യം പോകുന്നത്, തീർച്ചയായും കറക്റ്റാണ്. പക്ഷെ ഇത് രണ്ടും ഒരുമിച്ച് നടത്തിക്കൊണ്ട് പോകുന്നതിലും തെറ്റില്ല, ഒരു കുഴപ്പമില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. മാത്രമല്ല പല സൈഡ് എഫക്റ്റും ഈ ആയുർവേദം ചെയ്തു കഴിഞ്ഞാൽ അത് ഇല്ലാതാകുമെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഇതിനോടകം. കാരണം എന്താണ് ഇതിന്റെ എഫക്റ്റ്? കാരണം ഡോക്ടേഴ്സ് ഒക്കെ നമുക്ക് ഒരുപാട് ആൾക്കാരും കൂട്ടുകാരും ഉള്ളതുകൊണ്ട് ചോദിച്ചാൽ പറഞ്ഞു തരാനും മനസ്സിലാക്കാനും പറ്റും. പിന്നെ ഈ സൈഡ് എഫക്റ്റ് ഒക്കെ കുറയുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റിന്റെ കൂടി അത് വളരെ നന്നായിട്ട് ചെയ്തെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിൽ നിന്ന് നല്ല ഒരു പരിധി രക്ഷപ്പെടുത്താൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ ആകെ മൊത്തം ക്യാൻസർ ഓരോ വർഷവും കൂടി വരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം. പക്ഷേ ഇന്നത്തെ ഈ ഇവിടുത്തെ മീറ്റിംഗിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ഉത്തമ പൗരൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ക്യാൻസർ ഉള്ളോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ സാധിക്കും ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്കാവുന്നത്. അതാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രോഗം വരാതിരിക്കാനുള്ള, അതായത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ആ പ്രിവെൻഷൻ നമുക്കൊക്കെ മറ്റുള്ളവരെ എന്ത് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും, അതൊക്കെയാണ്. അത് ഇവിടെ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. അതായത് ഭക്ഷണരീതി, ജീവരീതി എല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കൊള്ളാം, അത് തന്നെ കാരണം. അതൊക്കെ ഇവിടെ പ്രതിപാദിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇന്നത്തെ ഈ ഒരു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ക്യാൻസർ വരുന്നത് പറഞ്ഞു വരുമ്പം ആ പല രീതിയെ നമുക്ക് എങ്ങനെ അകറ്റി നിർത്താം, മറ്റുള്ളവർക്ക് അതിനുള്ളൊരു പ്രചോദനം കൊടുക്കാം, അതിൻ്റെ ഒരു ബോധവൽക്കരണം എന്തായാലും ഇവിടെ നടക്കും. അതിൻ്റെ മനസ്സിലാക്കാനും അതിനൊരു കരുതലുകൾ എല്ലാവർക്കും എടുക്കാനുമുള്ള പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇത് എനിക്ക് വരുമെന്ന് തീർച്ചയാണ്. ഇങ്ങനെ പ്രയോജനപ്രദമായതും ഇപ്പോഴത്തെ ഇന്ത്യയുടെ ചുറ്റുപാടിലെ ഏറ്റവും അത്യാവശ്യമായ ഒരു സബ്ജക്റ്റ് ഇന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. ഇന്ന് ഇവിടെ വിളിച്ചു കൂട്ടി ഈ മീറ്റിംഗിൽ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് ഇത് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുകയും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇന്നിങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയ ഇവിടുത്തെ, അതായത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം ഏരിയയിലെ എല്ലാ ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിലും വലുതില്ല. കാരണം ചൈൽഡ്ഹുഡ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ ലയൺസ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ അസുഖത്തിനും ഒന്നും ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, ഇത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ ഭാരവാഹികളെയും മുഖ്യ പ്രഭാഷകയായ ഡോക്ടർ P.B സുശീല അവരുകളെയും മാഡത്തെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. വളരെ ഏറ്റവും ഉത്തമമായ ഒരു ആളെയാണ് നമുക്ക് ഇന്ന് ഫാക്കൽറ്റി അല്ലെങ്കിൽ നമ്മളെ ബോധവൽക്കരിക്കാൻ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ നല്ല പ്രയോജനപ്രദമായ ഈ സായാഹ്ന സൂം മീറ്റിംഗ് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് മാത്രമല്ല, നമ്മളിലൂടെ നമ്മുടെ ലയൺസിന്റെ ഒരു കാര്യം അങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. എന്നാലേ അത് എഫക്റ്റീവ് ആകത്തുള്ളൂ. അത് ഇവിടെയും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നെനിക്ക് യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിനന്ദനങ്ങൾ തരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ക്യാൻസർ നിർമ്മാർജ്ജന വർക്കിന് ഞങ്ങൾ ലയൺസ് കൂടെ ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. Thank you, sir. Thanks a lot. We also assure you AMI association also will be there with hands on hands with you for all your public awareness and any kind of help from our side. Thank you, sir.
One Mr. VK Baby has raised the hands. I don't know any queries, or he's a member of. It's a line. Yeah, okay. Welcome you, sir. So next we have the felicitation. Next we'll be given the felicitation by the Lion Johnson C. Abraham. He's a District Secretary, Childhood Cancer Project and Dialysis. So I welcome you, sir, for the felicitation. ഇന്നത്തെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ ബി മാധവചന്ദ്രൻ, ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ സാദത്ത് ദിനകർ, ഇന്നത്തെ ഈ ചടങ്ങിന് ചീഫ് ഗസ്റ്റ് ആയിരിക്കുന്ന ലയൺസ് പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകിച്ച് 318C ഗവർണർ ലയൺ വി സി ജെയിംസ് സാർ, അതോടൊപ്പം ഇന്ന് ക്ലാസ് എടുക്കുന്ന നമുക്ക് ഇന്നും ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്ന ഡോക്ടർ P.B സുശീല, മറ്റ് മഹനീയ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും വളരെ നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ്. എന്തുകൊണ്ടും ഈ ഒരു ലൈനിസ്റ്റിക് ഇയറിലെ ജെയിംസ് സാർ നയിക്കുന്ന ഈ ഡിസ്ട്രിക്ട് 318C ഈ ലൈനിസ്റ്റിക് ഇയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റ് ആണ് ചൈൽഡ്ഹുഡ് ക്യാൻസർ പ്രൊജക്ട്. അതുകൊണ്ട് തന്നെ സാറ് ഏറ്റെടുത്ത് അതിനു മുമ്പ് തന്നെ 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ സാറ് പ്രത്യേകിച്ചും സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്റർനാഷണൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ആണ് ചൈൽഡ്ഹുഡ് ക്യാൻസർ. ലയൺസ് പ്രസ്ഥാനങ്ങളിലെ എല്ലാ വർഷവും വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജെയിംസ് സാറിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇത്തരത്തില് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പാലിയേറ്റീവ് കെയർ സെന്റർ, അതായത് ഇതിന്റെ അവസാന ഘട്ടത്തിൽ ആ കുട്ടികൾക്ക് താമസിച്ചു കൊണ്ടുള്ള ഒരു പരിരക്ഷ, പാലിയേറ്റീവ് കെയർ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങള് ഇടുക്കി മുരിക്കാശ്ശേരിയിൽ FCC സിസ്റ്റേഴ്സ് നടത്തുന്ന സെയിന്റ് അൽഫോൺസ ഹോസ്പിറ്റല് സന്ദർശിക്കുകയും അവര് വളരെ നല്ല രീതിയിൽ അവിടെ ഓൾറെഡി തന്നെ ക്യാൻസർ ബാധിതരായ രോഗികൾക്ക് ശുശ്രൂഷ നൽകുന്നുണ്ട്. അങ്ങനെ അതിന്റെ സെക്കൻഡ് ഫ്ലോർ ഏകദേശം 5000 സ്ക്വയർ ഫീറ്റോളം വരുന്ന സെക്കൻഡ് ഫ്ലോർ നമ്മൾ പുതിയതായി പണി കഴിപ്പിച്ചുകൊണ്ട് ഈ ജൂണിന് മുമ്പ് തന്നെ അതിന്റെ എല്ലാ വർക്കുകളും ഇതായി തുടങ്ങാനുള്ള എല്ലാ ബേസ്മെന്റ് പ്രോഗ്രാം എല്ലാം നടന്നു കഴിഞ്ഞു. അത് മുന്നോട്ട് പോയിക്കൊണ്ട് ജൂണിലൂടെ അത് കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ ഒത്തിരി ഏകദേശം ഒരു 48ഓളം കുട്ടികൾ ഇപ്പോൾ ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട്. അവരെ എല്ലാം 1-2 മാസങ്ങളിൽ ഞങ്ങൾ എറണാകുളത്ത് അവർ വിളിച്ചു കൂട്ടുകയും അവർക്ക് വേണ്ടുന്നുള്ള അവയർനെസ് ക്ലാസ്സുകൾ നൽകുന്നു. അതിൽ ഒത്തിരി മിടുക്കരായ കുട്ടികളുണ്ട്. അവർക്ക് ഞങ്ങൾ പഠനോപകരണങ്ങളും മൊബൈൽ ഫോൺ മറ്റുള്ളതെല്ലാം നൽകുന്നു. അവർക്ക് വേണ്ടുന്നുള്ള എല്ലാ സഹായ സഹകരണം അവിടെ മാതാപിതാക്കൾക്ക് വേണ്ടുന്നുള്ള അവയർനെസ് ക്ലാസ് നൽകുന്നു. അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഈ ചൈൽഡ്ഹുഡ് ക്യാൻസർ പ്രോജക്റ്റ് ഈ വർഷം നടപ്പിലാക്കുന്നത്. അത് വളരെ ആദർശികമായിട്ടാണ് ഒരാഴ്ച മുമ്പ് ഡോക്ടർ വെല്ലോടി സാറ് വിളിക്കുകയും ഇങ്ങനെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു ഇത് നടത്തുന്നുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത് അസോസിയേറ്റ് ചെയ്യണം. വളരെ സന്തോഷമുണ്ട്. കാരണം ജെയിംസ് സാറിനോട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചു, സാറേ ഇങ്ങനെ ഒരു കാര്യം ഒരു പ്രശ്നമില്ല, നമുക്ക് ഒരുമിച്ച് ചേരാം. ഏത് രീതിയിലുള്ള ഓരോ ചെറിയ കാര്യമാണെങ്കിൽ കൂടി അത് വളരെ നല്ല രീതിയിൽ പ്രത്യേകിച്ചും ഈ ക്യാൻസർ ബാധിതരായ രോഗികൾക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം വളരെ നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതാണ് ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ അവർക്ക് ഞങ്ങളുടെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി പരിപാടികൾ നടത്തുന്നുണ്ട്. ഈ മാസം 15-ാം തീയതി, അതായത് നെക്സ്റ്റ് ട്യൂസ്ഡേ ഇന്റർനാഷണൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ ഡേ ആണ്. അന്ന് എയർ ഡൊണേഷൻ അടക്കമുള്ള പരിപാടികളെ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തില് ആയുർവേദ മെഡിക്കൽ അസോസിയേഷനുമായിട്ടും തീർച്ചയായിട്ടും നമ്മൾ കൈകോർക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള തുടർ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഇത്തരത്തിലുള്ള ഈ സംഘടനയുമായി ബന്ധപ്പെടാൻ വളരെ ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള പ്രധാനപ്പെട്ട മാഡത്തിന്റെ ഒരു ടോക്കിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ ഒരു അവസരം ഇങ്ങനെ നൽകിയതിന് പ്രത്യേകിച്ചും ഡോക്ടർ വെല്ലോടി സാറിനും അതോടൊപ്പം തന്നെ മറ്റെല്ലാ അതിന്റെ അസോസിയേഷൻ ബന്ധപ്പെട്ട എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Thanks a lot. Next, we have the felicitation by Dr. Valsala Devi. She is a state executive member, AMI. I welcome you, sir, ma'am, for a few words. Thank you, Aishwarya. ഇന്നത്തെ അധ്യക്ഷൻ മാധവചന്ദ്രൻ ഡോക്ടർ, എൻ്റെ സുഹൃത്തുക്കളെ, ലയൺ ഇന്നത്തെ മുഖ്യാതിഥി VC ജെയിംസ്, ലയൺ ജോൺ എബ്രഹാം സർ, എല്ലാ ലയൺ ഡിഗ്നിറ്ററീസ്, എൻ്റെ കൊളീഗ്സ് ആൻഡ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എൻ്റെ ഒരു ഫെലിസിറ്റേഷനെക്കാളും സുശീല സജി മാഡത്തിൻ്റെ ക്ലാസ്സിനാണ് എല്ലാവരും കാതോർത്തിരിക്കുന്നത് എന്ന് എനിക്കറിയാം.
But to you, dear Lion dignitaries, I would like to say we are the stakeholders and we are the torchbearers, not of an alternative system of medicine, but indeed we are practicing and we are proudly announcing to the world we are holding together the science of the native medicine, the Ayurveda. So since it's a native medicine, നമുക്ക് ഒരുപാട് ഇതിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഒരു ചൈൽഡ്ഹുഡ് ക്യാൻസർ എന്ന് പറയുമ്പോൾ the children, they are just growing up. We have a lot to give them. They have to live a whole life. It's before them. സോ അവിടെ ആയുർവേദത്തിന്റെ സാധ്യതകൾ ഒരുപാടുണ്ട്. നമുക്ക് ആയുർവേദത്തിൽ ഒരുപാട് മെഡിസിൻസ് ലൈക്ക് നമ്മുടെ കീഴാർ നെല്ലി ആയാലും മുരിങ്ങ ആയാലും അങ്ങനെ ഒരു മേ ബി എ സെറ്റ് ഓഫ് 100 drugs have been undergone the scientific study and we have a lot of anti-cancerous drugs isolated from them, like including our very common turmeric. അതുപോലെ ഒരുപാട് സാധ്യതകളും ഒരുപാട് പോസിബിലിറ്റീസും പൊട്ടൻഷ്യലും നമ്മുടെ ആയുർവേദത്തിലുണ്ട്. ഇനി നമ്മുടെ ആയുർവേദ ദിനചര്യയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഡോക്ടർ സാദത്ത് പറഞ്ഞ പോലെ തന്നെ വി ഹാവ് ലോസ്റ്റ് ഇറ്റ്. അപ്പോൾ അത് ഇഫ് യു ബ്രിങ് ഇറ്റ് ബാക്ക് then our children can definitely, yes, they can come up with a very good life എന്നുള്ളതാണ് നമുക്ക് ആയുർവേദത്തിലുള്ള ഒരു പോസിബിലിറ്റീസ്. അത് at every stage of cancer, be it the just the diagnosed stage where it is localized in the stage 1, we have a lot of possibilities to arrest the spread of cancer or to what we say as to see how the tumor is not growing or whatever the possibilities, or delayed progression. ingante ഒരുപാട് possibilities ഉണ്ട്. Even if you are under the treatment, whether it is the chemotherapy or the radiotherapy, to reduce the frequencies of the the number of episodes of chemotherapy, to reduce the number of episodes of radiotherapy, Ayurveda has a lot of possibilities. And in between that remission period between the two therapies, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ even if it is the palliative stage, late stage of cancer, ഇപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും the life expectancy, the life period on the what we can prolong. We have seen നമ്മളുടെ എൻ്റെ കൂടെയുള്ള ഒരുപാട് ക്ലിനീഷ്യൻസിന് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്, ഇൻക്ലൂഡിങ് മീ. 3 മാസം അല്ലെങ്കിൽ നമുക്ക് 6 മാസമാണ് നമുക്ക് ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട് എന്ന് പറഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മളുടെ അടുത്ത് വരുന്ന ഒരുപാട് രോഗികൾ they are still living for years together. I personally have an experience with a patient, the mother of a doctor who was treating cancer. He's an oncologist. His mother was she came to me maybe some 15 years ago and he told me my mother won't live more than say 6 months and she's still alive. Even today I spoke to her and I told her I'm talking about you today. So such is the possibility of Ayurveda. So I know I'm not supposed to take too much of time or Aishwarya will be cutting me short, but still I would like to tell you, especially the Lion dignitaries, we have a lot of possibilities with us through Ayurveda. And we are, on behalf of IMI, I would like to assure you that the coming project, whichever is happening in Idukki or wherever, we are ready to associate and let us do it together with the native science, the science of Ayurveda, and let us wait for the esteemed words and the knowledge of Sushila Saji man that is there. Thank you, and all. Aishwarya, over to you. Yeah. Thank you, ma'am. Thanks a lot. So we are about to reach this session which we are expecting soon to get happen. So by the help of Almighty, we have got here our P.B Suseela ma'am for the session. So for her introduction of the faculty, I call upon Dr. Harish Warrior. He is the chairperson ad hoc committee Kochi area. So he'll be telling us about the intro of our faculty, P.B Suseela. Over to you, Harish, doctor. Harish, doctor, can you hear? Harish, Hello. your audio is yeah, it's okay now. Okay. Yeah, carry on, sir. Good evening, all. Namaste. It's immense pleasure to introduce our today's faculty, Dr. P.B Suseela,
Chief Physician at Sabarnika Ayurveda Niketan, Kongunam Thrissur, and Senior Consultant Physician at Nagarjuna Ayurveda Group. She had graduated BAMS from Tirupurudara Ayurveda College, 1984-89 batch, done diploma in acupuncture and DSM from Madras SM LRC. She had presented papers on oncology in national and international seminars. She had conducted more than 100 CME classes at different colleges, schools, and for public. She had also conducted 33 TV health programs on different Ayurvedic topics on different channels. She had published many books such as Ayurvedathinte Idanazhikililude, Veritta Chilsa Anubhavangal, The Silent Corridors of Ayurveda, Arba Chilsa Oru Chilsa Anubhavam. Now successfully doing treatments for post-COVID, COVID-20 therapy as well as the COVID patients. She had earned many awards such as Bishak Ratna Award of AMI 2010, Vakbata Award from State Government 2011, Bishak Shrestha Award 2013 for Nagarjuna Ayurveda Group, Shakti Manida Gaveshka for ASM Department 2014, and many more. I'll welcome you once more, ma'am. Thank you. Thank you, Arish Doctor. And let us begin our CME session of the day. And over to you, Suseela ma'am. First of all, my humble pronounce to all valid dignitaries of the program. We can start with a 1 minute Guru Vandana. Guru Brahma, Guru Vishnu, Guru Devo Maheshwara, Guru Sachat Parabrahma, Tasmai Sri Gurave Nama. My sincere thanks to the enthusiastic Ernakulam District AMI team, especially my friend and the presiding Dr. Madhava Chandran, then the Jivanadi of our all AMI Dr. Sadat Dinagar, and the governor of Lions Club. Not only governor, he's a king, I think. Sri VC James sir, and Dr. Jones Abraham, then Dr. Devidas Vellodi, and all. My humble pranams and thanks to all once more. And my special thanks for participating and a hearty welcome to Dr. Vibul Kira, Mumbai, who is running behind all of us, especially for all the webinars and seminars in Kerala, especially of in oncology. Dr. Vibul Kira is here. We can start my little treatment experiences. In the past 30 years, I have treated lots of kids and children with the cancers, and each time when I treated cancer patient from suffering with any cancer, it is a heartbreaking experience to me. That is why just when Dr. Madhavendran asked me to do a class in this, being in a lots of crisis, I am suffering now. I had no even 1 hour to spend for this program, but I committed to do that because this is a very important topic. That is why I have done lots of oncology classes, but in this topic for pediatric oncology, it is the first in my experience. We can go through the little Arbuda Purana in Ayurveda. The word Arbuda comes from the Dhatu Arba, meaning to kill.
or destruct, and Kriya Udedi means to rise up. That is any growth, rise up in the body, it end in killing that person. That is the meaning of Arbuda. And the Lakshanas of, is it audible to all, my sound, sir? Yes, ma'am. audible, Yes, you're audible, ma'am. Okay. The Lakshanas of Arbuda explained in Ayurveda, such as Vritta, Sthira, Mandaruja, Mahanda, Apakwa, Adigadha, Chiravruddhi, etc., can be correlated with the cancers described in modern medicine. Then we can go to the Samprati of Arbuda in Ayurveda. That is Gatra Pradeshe Kojideva Dosha, Samurchida, Mamsam Adi Pradushya, Vrittam Stiram, Mandarujam Mahanda, Manalpa Mulam, Chiravruddhya Bhagam, Kurvandi Mamsoba Chayantu Shofam, Tadarbudam Shastra Vido Vadanti, Vadena Pittena Kapayana Chabi, Reptena, Mamsena Cha, Medasacha. This is the description of Arbuda, how it is starting, how it is root in the body, and how it is completely metastasizing. We can see the complete elaboration in these 4 lines. Acharya Susuda described Arbuda as Shastra Sadhya, means surgical first. Then do the Shamana Chikitsa. Has divided based on dosha Vedana, that is Vadarbuda, Pittarbuda, Kabarbuda, Rektarbuda, Mamsarbuda, and Metorbuda, 6 types. But Sthana Bhedena, Arbudas can divide into several types as Mastulanga that is brain tumors, Puspusarbuda, that is lung tumors, lung cancers, Yagrudarbuda, that is liver cancers, Agnyashyarbuda, pancreatic cancers, like that. According to the Sthana Bhedena, every areas of the body can have a chance to get Arbuda, that we have to elaborate. And the Chikitsa Sutra also concludes, we can very beautifully, we can see in these 3 lines. That is the treatment protocol in Ayurveda is Arbude Grandivat Kuryat. There we can see very much elaborated detailing of Grandhi and its treatment protocol. And Acharya says we have to do the Arbuda Chikitsa also in that manner. In that manner means according to the symptoms, according to the strength of the disease, according to the Sattva Vyadhi and the Dehabala of the patient, we have to reanalyze and we have to coordinate the treatment protocol. That is our duty, Vaidya's duty. Arbude Grandivat Kuryat Yadasam Sudaram Hidam. Then it is detailing complete treatment modality in the Grandhi Chikitsa. Then it is concluding as Snehayet Shuddhikarmancha Tishnai Shuddhasya Lebanam. After doing the cleaning process, according to the giving appropriate medication or Panchakarma treatment, Snehasweda Virekadi, Mrudu Snehasweda Virekadi, then do the Tishna Lebana, external application with the Tishna Aukshadas, like Shara Aushada, and some special Pavidagulika, like some special medications externally, and internally appropriate oral medications. Then Tadapya Pakkum Chittuenam Sthiderekte Agninadahed means after getting the Amapajana, that is getting to the Pakvavastha, means after recovering the inflammatory situation of the disease, then do the Chetanam. Chetanam means surgery. Then after surgery, Sthiderekte Agninadahed, after getting a little healing of that surgery and after reducing or stopping the discharge, about either pus discharge or blood discharge, do the treatment Agnikarma. Agninadahed means do cauterization or radiation treatment. Sadvashesham Sashesho be Punarapyayade Dhuvam. Otherwise, there have a chance of recurrence, relapse of the disease or metastasis. Very beautifully within these 4 lines concluding the treatment. If we analyze the all types of modern treatment modalities for in oncology, we can see all that
treatment modalities we can see in these 4 lines. That also we have to analyze and elaborate. We can do these all treatments according to the need of the patient, either children or adult. We have to conclude and coordinate, and we can do very easily with our medication and treatment methods. When here our topic is pediatric cancers. We have to go through very speedily, otherwise, because being a elaborate subject. The main types of pediatric cancers encountered are leukemias, neuroblastomas, film tumors, brain cancers, especially gliomas, rhabdomyosarcomas, lymphomas, retinoblastomas, osteosarcomas, and even sarcomas. When we reanalyze, leukemias are the Raktarbuda in Ayurveda. Leukemia is a cancer of the bone marrow, the spongy centers of the bones that makes blood cells. It accounts for approximately 35% of all childhood cancers, although it is more common in children under the age of 10. Approximately 1 in 1,000 children are diagnosed with leukemia by the age of 1. That is a little description about leukemia in modern, very little description only. In Ayurveda also says Raktarbuda according to the dosha Vedana, and the treatment modality we can conclude according to our science. Then I will come to the treatment level in the last. Nadigadarbhuda. Nadigadarbhuda is neuroblastoma. It is a very common cancer in children. Neuroblastoma is a disease in which malignant cells, cancer cells, form in nerve tissues of the adrenal gland, neck, chest, or spinal cord. It accounts for 5% to 7% of all childhood malignancies and usually occurs by the age of 5. In this case, I have treated around 7 cases, and for all cases could notice only symptomatic relief and general health improvement. But realizing that for a maximum cure of the disease, I sent the patients for an integrated treatment approach with modern conventional therapies, because to avoid the risk, because we can't guarantee 100% recovery. I think modern medicine also can't give guarantee 100%. 70-75% only we can say. Both of the science can say. So I thought if we do both the treatments at the same time without making any harm to the body, definitely we can make that 70-75% to maximum more than 90 or up to 100% level. So according to the need, during our treatment period itself, I am sending my patients for the modern conventional therapies. In Nadigadarbhuda or neuroblastoma, I am doing like that for the sake of the patient. Then Vrikashaya Anubandha, that is Wilms tumor, because it is not growing inside the kidney. It is a special growth. It's a type of kidney cancer, also known as nephroblastoma. All types of blastomas are the cancers of children. Blastoma means the cancer in children. This Wilms tumor is the special cancerous growth touching the kidneys, not it is entering inside the kidney. That is Wilms tumor. It accounts for 6 to 7% of childhood cancer cases. It occurs in about 8 in 1 million children under the age of 14. That may be the reason I could got the chance to treat Wilms tumor only 3 children. What is more common in children under the age of 5? I have treated only 3 cases in the end stage. I got the case in the returned end stage.
in the 11th hour. So I could reduce some complaints only. God saved their life. That was also a heartbreaking thing. But the modern science says more than 90-95% of the cases can be cured. But I got the case in the end stage only. That may be the reason. But no recovery with Ayurveda treatment in my experience. So that after getting failure of that 3 cases, not can say 100% failure, they had got maximum relief from their complaints and they got calm and quiet death. But even though to avoid that risk and to avoid the panic situation for us also, I am nowadays referring the case to modern oncology treatment. Then next is the Masulunga Arbuda, that is brain tumors. Brain cancers account for 15% of pediatric cancers. The symptoms depend on the location of the tumor because there have around 9 types of brain tumors, but in children, mainly it is gliomas and medulloblastomas. The 2 main types of brain tumors in children are these gliomas and medulloblastomas. Gliomas develop from the supporting glia cells of the brain, which hold the nerve cells in place. And brainstem gliomas occur almost only in children. The average age of development is about 6 years age. That is glioma. I have treated more than 10 cases of gliomas and had got more than 90% recovery within first 6 months. In some cases only took up to 1 year. Medulloblastoma. Medulloblastoma originates in the cerebellum of posterior fossa and may spread to other parts of the brain or into the spinal cord. Most medulloblastomas occur before the age of 10, gliomas before the age of 6. In both this case, I have treated more than 10 cases from each, in which only 1 case of glioma got subsided from the end stage. Not only subsided, got maximum cured from the end stage with the counter days, who was an adult of 40 years. He lived for 5 years, but he completely stopped all the medication after getting maximum cure, and he started his job as a manager in a hotel, so that he had to take daily non-veg items and fast food, everything. That may be the reason after 4.5 years he started some relapse of the disease, and he came again, but I had to send him again for the modern oncology conventional therapies. But he lived for 5 years from the 2 to 6 months predicted days. Then other all cases, patients got only some symptomatic relief as well as good quality of life up to the end. Then Astigata Peshiarbuda, that is rhabdomyosarcoma. Rhabdomyosarcoma is a fast-growing, highly malignant soft tissue sarcoma, which develops in the skeletal muscles, mostly in the neck, head, bladder, and testes. It accounts for 5 to 8% of childhood cancers. It usually affects children between the age of 2 to 6 and 15 to 19 years. I have treated more than 10 cases of rhabdomyosarcomas. Being a fast-growing type, we will not get enough time to treat it, even though could give a painless, calm life up to the end. But preventive therapy should be continued to avoid relapse of the disease, which has found to be a challenge in case of children, especially for the follow-up medication and the diet restriction. Then Lasiga arbuda or lymphomas.
Lymphomas are the malignant cells, cell infiltrations of the lymphatic system located in the head, neck, armpit, and groin. Lymphomas are broadly classified as Hodgkin's lymphoma and non-Hodgkin's lymphoma. The two are distinguished by the cell type. I have treated more than 20 cases of lymphomas in which more than 90% of the cases could be 100% cured. And most of them were children. Then Achikadarbudha, retinoblastoma. Retinoblastoma is a type of eye cancer that occurs in the retina of one or both eyes. It is the most common eye tumor in children. Retinoblastoma accounts for 3 to 4% of all childhood cancers. It usually occurs before the age of 5. The more usage of mobile phone nowadays and more usage of watching TV for continuous hours, I think it is a very avoiding factor, especially for children nowadays, to avoid this retinoblastoma. I could treat only 2 cases, but only some symptomatic relief was there. So had to send the patient for surgical and other conventional therapies of modern medicine because had no dare to continue the treatment being the eye. But even though had 100% cured end stage retinoblastoma from in a lady of 60 years, it was a 58-year lady got 100% cure. But in children, I had no dare. That is why I was giving our medication and treatments to the patient, the same time sending them for the modern conventional therapies for a Chikitsa Samanvaya to get a maximum speedy recovery and also to save their eyesight. Then Astigada in children, it is Ewing's sarcoma. Osteosarcoma is common for adults also, and Ewing's sarcoma is especially for children. Osteosarcoma and Ewing's sarcoma are the most common malignancies of bone tissues in children. Osteosarcoma is usually present in bones around the knee, whereas Ewing's sarcoma may affect bones of the pelvis, thigh, upper arm, or ribs. Bone cancers are most common in ages 10 to 20, and they account for about 6% of all childhood cancers. Both osteosarcoma and Ewing's sarcoma had treated several cases. Only one case of osteosarcoma of a 19-year-old lady that is around 25 years back could cured 100%. Other all cases got only symptomatic relief, hence having no much sure of maximum cure, sent them for modern conventional therapies to try for an integrated approach. But the modern oncologists were not only ready to allow the patient to continue Ayurveda with their treatment protocols, hence couldn't do the follow-ups in most of the cases. That is the conclusion of my treatment experiences in childhood cancers. And now I want to narrate 2 cases in detail for the perusal of the interested people, our doctors, and for the interested people from Alliance Club. First case was a Lassigarbudha, that is non-Hodgkin's lymphoma. The patient was a 12 years boy from Chennai. The patient was brought in the last stage of the disease, non-Hodgkin's lymphoma, grade 4. 28 year, now it is 30 years back. Presenting complaints were he had 10 to 12 episodes of seizures, and for
during walking. Almost all days with facial palsy, recurrent fever, multiple keloids on the surgical scars, large keloids on neck, chest, lower abdomen, etc. Each time after the epileptic episode, he behaved as another person with irrelevant speech. Also, he was extremely weak by the intake of antibiotics and anticonvulsants, etc. Previous history of the case. Within the age of 6, he suffered from recurrent attacks of tonsillitis, followed by difficulty in swallowing, apart from which he was a healthy kid. Later, there was recurrent fever, cough, throatache, lymph node enlargement, etc. And in thorough checkups got diagnosed as non-Hodgkin's lymphoma. He was hospitalized for 8 months. One course of chemotherapy was completed. Then surgical removal of the lymphomas, means the lymph gland enlargements, was also done. The next 4 years, he was healthy without any discomforts, but gradually the symptoms began to reappear with greater intensity. When the second cycle of chemotherapy started, he occurred severe epileptic episodes. Allopathic oncologist opined that no further treatment can be successful. They put him in observation and gave medicines only for symptomatic relief. After few days, they said Manu's father that he was only counted days rest. Then somehow they came to know about my Guru's clinic at Thrissur, my Siddha Gurunathan Sri Krishnankuti Vaidya, Kerala, and brought him at their earliest. My Guru, after checking the patient started the medicine soon. The medicines were Padola Kadarohniadi, Nimbadi, Gulgulu Tikka Kashaya, total 10 ml, because he was only 13 years at that time, month 3. Then with 1 ounce milk, BDS, Tantupashan tablet, 1 BD, Mansamitra Vadaga, 1 HS, Ashwagandha plus Saravinda Sava, plus Nimbadi Arishta, 1 ounce, with Gorojanadi Gudiga, Gobi Chantanadi Gudiga, mix. Then Haridra Kanda plus Rajanyadi Churna, 1 teaspoon plus Tulasi Panaga. Then Kasturi Maduga, 1 milligram in 2 teaspoon hot milk, BDS. That was the first prescription. On the third day, Mrudu Virega with Avipati Churna, 10 grams in hot milk. On fourth day, Jairaja Sindura, that is a minute form of Chantamarga Sindura, 30 milligram with honey plus Tulsi Swarasa for 5 days. After 6 weeks, his father came and told that he feels much better in all level. Seizures also was reduced to around half, because he was getting seizures 10-15 times per day. It has reduced to half within 6 weeks. The same medicines were repeated. Kashaya and Arishta were stopped at the time of Siddha medication. Within 3 months, the episodes of epilepsy got subsided to 1 or 2 times in a week. Weakness also had decreased and he became much healthy also. So the medicines were asked to be continued for 2 more months. After 2 months, his condition became much better, and the frequency of epilepsy got reduced to 1 to 2 times in 2 to 3 weeks. No, 2 to 3 months. It was a mistake. Interval with mild intensity. Only the complaint left was he couldn't sleep properly due to nightmares, some dusopnas. Meanwhile, my Guru's demise occurred, so that treatment of all cancer patients coming including Manu, became my responsibility, and I did my best without any failure. In between, when he got high-grade fever, Amrudottara Kashaya, Induganta Kashaya, and Vetumaran Gulga were given, which subsided within 2 days. It was 30 years back, so there had no any syrups or tablets or any patent items. So had to manage the cases with the Kashayas, Arishtas, Lekias, etc. Even for kids.
Except Kashaya and Arishta, all other medicines were repeated for 3 more months. Pavida Somakalpa Sindura plus honey plus Tulsi Sarsa BDS half HS after food, half hour after food HS for 5 days. This as second course of Siddha medication. Improvement after 3 months was no epilepsy, only mild giddiness once in a week. Instead of epileptic falling down, only some giddiness. Then better sleep without any nightmares, the subnas. Then his health was also improved very much. Then advices for the follow-up treatments were medicines from 2 to 7 as prescribed in the earlier. Repeated with Ichapatya diet, Pavida with honey for external application on keloid. The formula of Pavida is there in my oncology book. Then Chavanprash 1 teaspoon morning, Kushmand Rasayan 1 teaspoon at night. Both the lehyas are to be taken after reducing the inflammation and keloid get shrunken. Review once in 3 months because being from far distance, Chennai. Next time gave the following medicines. Pravala Chandrodaya Sindura, 5 days, 10 doses with Krishrapatya. Pravala Chandrodaya means Chandrodaya Sindura, adding double quantity of Pravala Basma. Then Padola Kadrohini Adi Kashaya, Mahamajishtadi plus Tiktaga Kashaya, adding Kaishwara Gulguru, 1/4 tablet, Udiga. And Chanprash, Kushmand Rasayan, Agastya Rasayan, he had purulent cough in a time of snowfall, means the Hemantakala. That is why. Gulgulu Tikta Gurda, Kasi Sabasma to start on 7th day. 7th day means after giving the Siddha Ushada, all Rasobarasas can't be given the same time. Being Ubarasa, Kasi Sabasma started on the 7th day. Within 6 months, he regained his health. All parameters became normal, and as a part of Apunarbo Chikilsa gave Kanjanara Gulgulu 1 in milk, hot milk, once daily. Manasamitra Vadaga 1 at bedtime with hot milk, 1 or 2 ounce milk only. Padola Kadjohini Adikashaya 10 ml per day for 3 months. These 3 medicines for 3 months. Haridraganda plus Yoshadi Vadaga, adding Rajanyadi Churna 1 teaspoon in water boiled with Khadira, means Karigali water. Odi, Tandu Pashan tablet 1 BD. Then the Shapushpadi Kera for oil bath head. The Shapushpadi Kera has found very much effective. All types of brain diseases, especially brain tumors and epileptic, Apasmara, Bala Apasmara. The same medicines continued for next 6 months. He became more healthy without any more complaints. Then later for the next 1 year, Kanjanara Bulgulu and Manasamitra Vadaga alone were given as a preventive therapy. After completing 6 months of main therapies, the next 2.5 to 3 years, we are giving these medicines, Kanjanara Bulgulu and Manasamitra Vadaga, especially in brain tumors. Then Chanprash, Kushmand Rasayan, Hydrakanda also gave once in 3 months as immunity boosters as for preventive therapy also. Meanwhile, as he regained his health, he also took along the studies with him. ഈ കുട്ടി ഇനി ഒരിക്കലും സ്കൂളിൽ പോകേണ്ടി വരില്ല എന്ന് വിചാരിച്ചിട്ട് പഠനമൊക്കെ മുടക്കി 8 മാസത്തോളം അവിടുത്തെ ചെന്നൈയിലെ ഒരു പൈലറ്റ് ഹോസ്പിറ്റലാണ് കേട്ടോ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. അവിടെ ഹോസ്പിറ്റലിൽ കുട്ടിയെ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇനി ഒരിക്കലും സ്കൂളിൽ പോകേണ്ടി വരുന്നു വിചാരിച്ചിട്ടില്ല. അതിനുശേഷം ഈ അസുഖങ്ങളൊക്കെ മാറിയപ്പോഴാണ് കുട്ടി പറയുന്നത് എനിക്ക് സ്കൂളിൽ പോയേ പറ്റുള്ളൂ എന്ന്. അങ്ങനെയാണ് വീണ്ടും സ്കൂളിലേക്ക് ചേർന്നത്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ സ്കൂൾസ് ആൻഡ് പ്രീ ഡിഗ്രി ക്ലാസ്സസ് ഇൻ ഹൈ റാങ്ക്സ്, എല്ലാ ക്ലാസ്സിലും ഈ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് ആണ് നമ്മുടെ ട്രീറ്റ്മെന്റിന് ശേഷം. He took engineering graduation and then did MBA and got a job as CEO and project manager in a big multinational company. After 8 years,
Again, ulcers and inflammation of lymph nodes began to appear. From time to time, medicines were given also as ദൈവവ്യവസായ ചികിത്സ. എന്താ അറിയോ, നമ്മുടെ മെഡിക്കൽ അസ്ട്രോളജി ഇപ്പോഴത്തെ സിലബസിലില്ലേ, ഞാനൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നു 3rd ഇയറിൽ ദൈവവ്യവസായ ചികിത്സയുടെ ഭാഗമായിട്ട് വീരസിംഹാവലോകനം. ആ പുസ്തകത്തില് ദൈവവ്യവസായ ചികിത്സ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ ചികിത്സ പറയുന്നത് എങ്ങനെയാണ്? ഗ്രഹദോഷ നിവാരണം, ഗ്രഹേശ്വരനു ഗുണേശ്വേക ദോഷമാർഗോ നവസുഖ എന്ന് പറയുന്നുണ്ട്. ഗ്രഹസ്ഥിതി അനുകൂലമാക്കിയിട്ട് ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ എത്ര കോംപ്ലിക്കേറ്റഡ് കേസസ് പോലും നമുക്ക് ഈസി ക്യൂറിംഗിലേക്ക്, സാധ്യാവസ്ഥയിലേക്ക് കൊണ്ടുവരാമെന്ന് നമ്മുടെ ശാസ്ത്രം പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ക്ലിനിക്കൽ അസ്ട്രോളജി പഠിച്ചിരിക്കുന്നതിന്റെ ആവശ്യം. അതെനിക്ക് ആദ്യം അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ സിദ്ധ ഗുരുവിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് അദ്ദേഹം എല്ലാ ആളുകളിലും ആദ്യം ഇതൊന്ന് അനലൈസ് ചെയ്തിട്ടാണ് അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി കാണുകയാണെങ്കിൽ, ഈ ശനിദശ, രാഹുദശ, കേതുദശ, ഈ 3 ദശകളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വരുന്നതും വലിയ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരുന്നതൊക്കെ ആയിട്ട് കാണുന്നതായിട്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അപ്പൊ ആർക്കാണെങ്കിലും, അവിടെ ഒരു കമ്മ്യൂണിറ്റി ഒന്നുമില്ല, അവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും ഇത് അനലൈസ് ചെയ്ത് അതിന് വേണ്ട പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രം എന്താണ് പറയുന്നത്? മണി മന്ത്ര ഔഷധാനാന്ധാരണം. അസാധ്യ രോഗങ്ങളിൽ പറയുന്നത് മണി മന്ത്ര ഔഷധാനാന്ധാരണം. മണി എന്ന് പറയുന്നത് ജേംസ്. ഓരോ ഗ്രഹസ്ഥിതിയിലുള്ള നെഗറ്റിവിറ്റി തടയുന്നതിന് അതിന് പറയുന്ന പ്രത്യേകം നിർദ്ദേശിക്കുന്ന രത്നധാരണം, അതാണ് മണി. മന്ത്രം എന്ന് പറയുന്നത് അതിനനുസരിച്ച ആ നെഗറ്റീവ് എനർജി നമ്മുടെ ഓറയിൽ നിന്നുള്ള ഒരു കാന്തിക വലയുണ്ടല്ലോ നമ്മുടെ ശരീരത്തിന്റെ ചുറ്റിലും, ആ ഓറയിൽ നിന്നുള്ള ഒരു പ്രതികൂല ഊർജ്ജത്തിനെ മാറ്റി അനുകൂല ഊർജ്ജം നിറയ്ക്കുന്നതിന്, പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് താന്ത്രിക വിധി പ്രകാരമുള്ള പൂജകൾ. അത് മൃത്യുഞ്ജയ ഹോമം ആവാം, സുദർശന, എന്താണ് ചെയ്യുന്നത്, അത് ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഓറയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്, ഫീൽ ചെയ്യാണ് ചെയ്തത്, ഇവിടുത്തെ നെഗറ്റീവ് എനർജി കളഞ്ഞിട്ട്. അതാണ് മന്ത്രം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഏതെങ്കിലും ഒരു മന്ത്രം ഒരു മനനം ചെയ്തുകൊണ്ടിരിക്കുക, ജപിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥന രൂപത്തിലാവാം, പഞ്ചാക്ഷരി ആവാം, അഷ്ടാക്ഷരി ആവാം, അല്ലെങ്കിൽ എന്താണോ നമുക്ക് എനർജി തരുന്നത് ആ ഒരു മന്ത്രം നമ്മുടെ ഓരോ പ്രാർത്ഥനയിൽ ജപിച്ചുകൊണ്ടിരിക്കുക. അത് നമുക്ക് പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഷഡ്ചക്രാസ്, സഹസ്രാരപത്മം മുതൽ മൂലാധാരം വരെയുള്ള ഓരോ ചക്രങ്ങളിലെയും നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് എനർജി നിറച്ച് നമ്മുടെ ശരീരം മുഴുവൻ ആ പ്രാണോർജ്ജത്തിന്റെ ശക്തി പ്രവഹിപ്പിക്കുന്ന ഒരു മാന്ത്രിക ശക്തി തന്നെയാണത്. അതിനു വേണ്ടിയിട്ട് ഈ മന്ത്ര ജപം നമുക്ക് സ്വയം ചെയ്യാം. അതിന് വിദഗ്ധരായിട്ടുള്ള തന്ത്രിമാരെ കൊണ്ട്, ആചാര്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതാണ് മണി മന്ത്രം. പിന്നെ ഔഷധം, യുക്തമായിട്ടുള്ള ചികിത്സ ചെയ്തിട്ട് രോഗം മാറ്റുക എന്നാണ് പറയുന്നത് അസാധ്യ രോഗങ്ങളിൽ. അതാണ് മണി മന്ത്ര ഔഷധാനന്ദാരണം. അതിനു വേണ്ടിയിട്ട് നാം വൈദ്യന്മാർ ഓരോരുത്തരും ഈ ക്ലിനിക്കൽ അസ്ട്രോളജി പഠിച്ചിരുന്നേ പറ്റുള്ളൂ. കാരണം നമ്മുടെ അടുത്ത് വരുന്ന ഒരു വളരെ ആദ്യാവസ്ഥയിലുള്ള, ഈവൻ ദ കേസ് ഈസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഇറ്റ്സെൽഫ്, if he is going through this any either Shanidasha, Rahudasha or Kedudasha, definitely we should do the preventive measures. Otherwise, even though we give maximum topmost treatment, then also we can see the case is going very worse and ultimately ending in the death. I have seen loads of cases. After that only I started to study thoroughly. Up to that, from a time of my studies, practice at my Siddha Guru also, I was always with Guru. ഗുരുവിന്റെ അടുത്ത് എപ്പോഴും ഞാൻ പറയും, ഇത് ഒരിക്കലും ഈ കാലഘട്ടത്തിന് പറ്റിയതല്ല, നമുക്ക് മരുന്ന് നിശ്ചയിച്ചാൽ മതി, ജനങ്ങളിൽ നിന്ന് നമുക്ക് ചീത്ത പേര് കേൾക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഗുരു പറയും, സുശീല ചെയ്യേണ്ട, എപ്പോഴെങ്കിലും ഇത് മനസ്സിലാവുമ്പോൾ പഠിച്ചെടുത്താൽ മതി. അങ്ങനെയാണ് ഇത് മനസ്സിലായതിനു ശേഷം ഞാൻ പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ഗ്രന്ഥങ്ങൾ, ഒരു ഡോക്ടറുടെ പേര് ഞാൻ മറന്നുപോയി, ഒരു ഡോക്ടർ നായർ, അദ്ദേഹം ഇതിനെക്കുറിച്ച് വലിയൊരു പഠനം നടത്തിയിട്ട് എഴുതിയൊരു പുസ്തകമുണ്ട്, സമ്പൂർണ്ണ ജാതക ഗണിതം എന്ന് പറഞ്ഞിട്ട്. അതൊരു വലിയ നമ്മുടെ അഷ്ടാംഗ ഹൃദയം പോലെ ഒരു വലിയ കട്ടപുസ്തകമാണ്. ആ പുസ്തകം കൊണ്ടുവന്ന് ഞാൻ മുഴുവൻ പഠിച്ചെടുത്ത് അതിനെ ക്രോഡീകരിച്ച് ഒരു ക്യാപ്സ്യൂൾ ഫോമിലാക്കിയതാണ് ഞാൻ എഴുതിയിട്ടുള്ള ആദ്യത്തെ പുസ്തകത്തിലത്തെ ആയുർവേദത്തിന്റെ ഇടനാഴികളിലൂടെ, അതിന്റെ ഇംഗ്ലീഷ് സൈലന്റ് കോറിഡോർസ് ഓഫ് ആയുർവേദ. അതിൽ ഞാനൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ കൺക്ലൂഡ് ചെയ്തിട്ട് ആ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം ഞാൻ പഠിച്ചെടുത്ത മുഴുവൻ ക്ലിനിക്കൽ അസ്ട്രോളജിയിലത്തെ മുഴുവൻ അറിവുകളും കൂടി കോറിലേറ്റ് ചെയ്ത് ഏറ്റവും ചുരുക്കി കൺക്ലൂഡ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണത്. ഇത് ക്ലിനിക്കൽ അസ്ട്രോളജി ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്റർ ഒരു 3-4 ആവർത്തി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന്റെ വാല്യൂ, അതിന്റെ ഇമ്പോർട്ടൻസ്
വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഡോക്ടേഴ്സിന് മാത്രമല്ല ബാക്കി സാധാരണക്കാർക്കും മനസ്സിലാവുന്ന വിധത്തിലാണ് ഞാൻ അത് കൺക്ലൂഡ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. കാരണം ഈ പുസ്തകം, വലിയ പുസ്തകങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയൊരു മാത്തമാറ്റിക്സ് പഠിക്കാൻ, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവര് മാത്തമാറ്റിക്സ് പുസ്തകം ഒറ്റ സ്ട്രെച്ചിന് വായിച്ചെടുത്താൽ എന്താവും, തലയിൽ ഒന്നും കയറാതിരിക്കുന്നത് പോലെ അത്രയും ടഫാണത്. എന്നാൽ ഈക്വൽ ഓർ മോർ ദാൻ മാത്തമാറ്റിക്സ് ഇറ്റ് ഈസ് 100% കറക്റ്റ് if we analyze in a 100% pure and restricted manner. അതിനു വേണ്ടിയിട്ട് ഞാൻ അത് മുഴുവൻ പഠിച്ചെടുത്തിട്ട് വളരെ സിമ്പിൾ ഫോർമുലാസ് ആയിട്ട് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു സിമ്പിൾ ഫോർമുലാസ് നമ്മളിപ്പോ ഒരു 10-15 രോഗങ്ങൾ ചികിത്സിക്കുമ്പോൾ ഒരു രോഗി വന്നിരുന്ന അത്രയധികം കംപ്ലൈന്റ്സ് പറഞ്ഞാൽ പോലും വിത്തിൻ 5 seconds വി ക്യാൻ ഫോർമുലേറ്റ് എ ട്രീറ്റ്മെന്റ് പ്രിസ്ക്രിപ്ഷൻ. അതുപോലെ തന്നെ ഈ ക്ലിനിക്കൽ അസ്ട്രോളജി ശരിക്കും പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ ജസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ 5 or 10 minutes we can analyze his astrological time and all the negative and positivities at that time, during that time. So it is very easy to formulate what all they have to do, because ഇതൊക്കെ പഠിച്ചെടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് അറിയോ? ഗുരുനാഥൻ പറയുന്നത് പോലെ നിങ്ങൾ ഏതെങ്കിലും എന്തൊക്കെയോ, കാരണം എത്ര വലിയ ചികിത്സ കൊടുത്താലും രോഗം കൂടല്ലാതെ കുറയില്ല. അങ്ങനെ വരുമ്പോ ഗുരുനാഥൻ പറയാറുണ്ട്, നിങ്ങളൊന്നും ഒരു നല്ലൊരു അസ്ട്രോളജറെ കണ്ടിട്ട് ഒന്ന് നോക്കിയിട്ട് വരും ആദ്യകാലങ്ങളിൽ, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് വരുമ്പോ പലരും നല്ല അസ്ട്രോളജേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ, പക്ഷെ അത് വളരെ ചുരുക്കമാണ്. അതല്ലാതെ ഇത് കൃത്യമായിട്ട് അല്ലാതെ പഠിച്ചത് കൊണ്ടായിരിക്കാം പലരും രോഗിയുടെ വീട്ടുകാരെ അങ്ങേയറ്റം ഒരു എന്താണ് ചുടല ഭദ്രകാളി എന്നൊക്കെ പറഞ്ഞ് ആകെ പേടിപ്പിച്ച് കുറെ അധികം ഹോമം പൂജകളൊക്കെ എഴുതുന്ന ഒരു പ്രവണത ഞാൻ കണ്ടു തുടങ്ങി. അത് ആ ഒരു ചാർട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ദേഷ്യവും സങ്കടമൊക്കെ ഒരുമിച്ച് വരും. കാരണം ഇതൊരു ഇവരെ എന്താ പറയുക, ചൂഷണം ചെയ്യലും കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ ഇവര് പറയുന്നതൊക്കെ ചെയ്തില്ലെങ്കിൽ ഈ രോഗിക്കോ രോഗിയുടെ വീട്ടുകാർക്കോ യാതൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അസുഖം മാറാത്തത് ചെയ്യാത്തത് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഇവരുള്ള പൈസ മുഴുവൻ എടുത്തിട്ട് ഈ പൂജകൾക്കും ഉള്ള സ്ഥലങ്ങളിൽ മുഴുവൻ പോയി ഈ കാര്യങ്ങൾ ചെയ്യാൻ നടക്കുകയാണ്. എന്നിട്ടും അതിന് കൃത്യമായിട്ടുള്ള പ്രയോജനം കിട്ടുന്നില്ല. കാരണം അവർ കറക്റ്റ് റെമഡി പറഞ്ഞു കൊടുക്കണില്ല, കുറെ ഹോമം പൂജകൾ മാത്രം. ഞാൻ ആ ഒരു ശാസ്ത്രത്തിനെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, അതിൽ വളരെ കൃത്യമായിട്ട് ചെയ്ത് വളരെ നല്ല പരിഹാരം ചെയ്യുന്നവരുണ്ട്, പക്ഷെ അല്ലാത്തവരും ധാരാളമുണ്ട്. അപ്പോഴാണ് ഞാൻ തോന്നി, നമ്മുടെ ശാസ്ത്രം ഇത്ര വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ മണി മന്ത്രൌഷധാനാന്തരണം. അപ്പൊ നമ്മളതൊന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ങനെ രോഗിയെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ ട്രീറ്റ്മെന്റ് ഫോർമുല ഇതിന്റെ ഒരു പരിഹാരത്തിന്റെ ഫോർമുല മനസ്സിലാക്കിയിട്ട് വളരെ ഈസി ആയിട്ട് രോഗികൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. നിങ്ങളുടെ ഈ സമയത്ത് ഇങ്ങനെ ഒരു രത്നം ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് പരമാവധി നിങ്ങളുടെ നെഗറ്റീവ് എനർജിയെ കളയാൻ പറ്റും, പോസിറ്റീവ് എനർജി ഫില്ല് ചെയ്യാൻ പറ്റും. എന്നാൽ കുറേം കൂടി ഈസി ആയിട്ട് ട്രീറ്റ്മെന്റ് അവിടെ വർക്ക് ചെയ്യും. അത് മോഡേൺ ട്രീറ്റ്മെന്റ് ആയാലും ഹോമിയോ ട്രീറ്റ്മെന്റ് ആയാലും ആയുർവേദ ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഏത് ട്രീറ്റ്മെന്റ് രോഗിയിൽ നന്നായി പ്രവർത്തിക്കണമെങ്കിൽ ഈ വിധത്തിലുള്ളൊരു പോസിറ്റീവ് എനർജിയും കൂടി അവരുടെ ശരീരത്തിൽ നിറയണം. അവരിലെ ആ നെഗറ്റിവിറ്റി ശരീരത്തിൽ നിന്ന് പോകണം എന്നുള്ള ആ ഒരു സയൻസിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഞാനത് ചെയ്യാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും അത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ചികിത്സ വളരെയധികം എളുപ്പമായി എന്നുള്ളതാണ്. നമ്മുടെ പഴയ നമ്മുടെ പിതാമഹന്മാരോ ആചാര്യന്മാരൊക്കെ പറയുന്നത് പോലെ കുടം കമഴ്ത്തി വെള്ളം ഒഴിക്കുന്ന ഫലം മാത്രമേ അല്ലാതെ ചെയ്യുന്ന ചികിത്സകൾക്കുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ അതിനു വേണ്ടിയിട്ട് is it audible now? Yes ma'am. Okay. Then അപ്പൊ ഈ കുട്ടിയുടെ ഞാൻ അങ്ങനെ അനലൈസ് ചെയ്ത് പോകാം. കാരണം ഈ കുട്ടിയുടെ കംപ്ലൈന്റ്സ് എല്ലാം മാറുന്നതിന്റെ ഇടയിൽ തന്നെ വീണ്ടും ഓരോ പുതിയ കംപ്ലൈന്റ്സ് വന്നുകൊണ്ടിരുന്നു. ശരീരം മുഴുവൻ പഴുത്ത് വരുന്ന വ്രണങ്ങൾ, പഴുത്തൊലിക്കുന്ന വ്രണങ്ങൾ. അത് നമ്മുടെ ചികിത്സ കൊണ്ട് മാത്രം പോരാന്ന് തോന്നിയ ഇടയിൽ ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് മോഡേണിലേക്ക് വിട്ടപ്പോൾ അത് തൽക്കാലത്തേക്ക് ഒന്ന് കരിഞ്ഞു വരികയാണെങ്കിൽ കൂടി ആ ആന്റിബയോട്ടിക്കിന്റെ ഡോസ് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും നിറഞ്ഞു പൊട്ടിയൊലിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഈ രാഹുദശ എന്ന് പറയുന്ന സർപ്പദോഷ സമയം എന്ന് പറയും, ആ രാഹുദശയിൽ പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അതിലൊരു കോമൺ ഫാക്ടർ ആയിട്ട് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ നിൽക്കാത്ത ബ്ലീഡിങ് ഉണ്ടാവുക, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുക, ഒരിക്കലും അവർ കൺസീവ് ചെയ്യില്ല. അതല്ലെങ്കിൽ ആസ്മ, വിട്ടുമാറാത്ത ആസ്മ, ഈ
ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ, പ്രമേഹം, അങ്ങനെ വിട്ടുമാറാത്ത രോഗങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത് ഈ രാഹുദശയിലാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഈ കുട്ടിയുടെ ഇത് ലിംഫോമ റിലേറ്റഡ്, നോട്ട് ഹോട്ട്കിൻസ് ലിംഫോമ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കംപ്ലൈൻസും മാറിയിരുന്നു. കംപ്ലീറ്റ് മാറിയതിനു ശേഷം ഇങ്ങനെ കുട്ടിയിലിരിക്കുന്ന വ്രണങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ കുട്ടിയുടെ ഇത് സമയം ഒന്ന് അനലൈസ് ചെയ്തത്. അങ്ങനെ അനലൈസ് ചെയ്തപ്പോൾ ഈ കുട്ടി രാഹുദശയില് ശനിയുടെ അപഹാരം. ആ ശനിയുടെ അപഹാരം എന്ന് പറയുന്നത് ഒരു 93 വയസ്സ് പറയുന്ന ഒരു മനുഷ്യായുസിലെ ഏറ്റവും ചീത്ത സമയം എന്ന് പറയുന്ന സമയമാണ്. അതായത് മരണം അല്ലെങ്കിൽ മരണതുല്യ ദുഃഖം സംഭവിക്കാം എന്നാണ് പറയുന്നത് ഈ ക്ലിനിക്കൽ ആസ്ട്രോളജി അനുസരിച്ച്. അതുകൊണ്ട് മാത്രം ഞാൻ ആ കുട്ടിക്ക് രാഹുവിന്റെ രത്നമായിട്ടുള്ള ഗോമേതകം സ്റ്റോൺ ധരിപ്പിച്ചു. പിന്നെ മൃത്യുഞ്ജയ ഹോമം, രാഹുപൂജ അതൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു. ഇത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് അല്ല, എല്ലാവർക്കും കോമൺ ആയിട്ടാണ് ക്ലിനിക്കൽ ആസ്ട്രോളജി നിർദ്ദേശിക്കുന്നത്. അത് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് ആ കുട്ടിക്ക് ബാക്കിയുള്ള കംപ്ലൈൻറ്റ്സ് കൂടി നന്നായി സ്പെസിഫൈ ചെയ്തത്. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. Thereafter, one more severe attack of fever and lymph node enlargement occurred while he was working at Chennai. അതും ഒക്കെ കണ്ടപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്തത്. As the specific medicines prescribed were not available there at Chennai, I asked him to consult a physician nearby. But the doctor, knowing his previous history, ബിക്കോസ് ഈ കിലോയിഡ് കഴുത്തിൽ കുറെ ഉള്ളത് കൊണ്ട് അത് കാണും. എന്ത് രോഗത്തിന് ചികിത്സിക്കാൻ പോയാലും ആദ്യം ഡോക്ടേഴ്സ് ചോദിക്കും ഈ കിലോയിഡ് എങ്ങനെ വന്നു. അപ്പൊ പിന്നെ ഇവർ ഈ പ്രീവിയസ് ഹിസ്റ്ററി പറയാൻ നിർത്തിയില്ലല്ലോ. വിത്തൗട്ട് ഗിവിംഗ് എനി മെഡിസിൻസ്, ആഫ്റ്റർ നോയിങ് ദാറ്റ് he referred him to early treated pilot hospital at Vellore Cancer Hospital. He also criticized for taking Ayurvedic therapies by saying that Ayurveda can't cure cancer if there is any relief of complaints. That may be spontaneous cure. That nearby doctor ഇവരുടെ അടുത്ത് പറഞ്ഞതാണ്. ഒരു കാരണവശാലും ആയുർവേദം കൊണ്ട് നിങ്ങളുടെ ക്യാൻസർ മാറില്ല. അഥവാ ഇപ്പൊ കംപ്ലൈൻസ് ഇല്ലെങ്കിൽ അത് അവിടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് നോക്കണം എന്നാണ് ഇവരുടെ അച്ഛന്റെ അടുത്ത് അവിടുത്തെ ഡോക്ടർ വ്യക്തമായി തുറന്നു പറഞ്ഞത്. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്ക് എന്റെ മകൻ ഇത്രമാത്രം ശരിയായി എന്നുള്ളത് എനിക്ക് വളരെ അധികം അറിയാം, നിങ്ങൾ മകനെ വിട്ടു തന്നോളൂ. എന്നിട്ട് അച്ഛൻ ഉടനടി നെക്സ്റ്റ് ഫ്ലൈറ്റിന് 30 വർഷം മുമ്പ് അദ്ദേഹം നെക്സ്റ്റ് ഫ്ലൈറ്റ് പിടിച്ച് തൃശ്ശൂർക്ക് വന്നു. എന്നിട്ട് തൃശ്ശൂരിലൊരു ലോഡ്ജിൽ, അന്ന് എനിക്ക് ഹോസ്പിറ്റലോ കിടത്തി ചികിത്സയ്ക്കലോ ഒരു സൗകര്യമില്ല, എന്നിട്ട് ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ടാണ് നമ്മുടെ അടുത്ത് വന്ന് മെഡിസിൻ കൊണ്ടുപോയി 3 ദിവസത്തിനുള്ളിൽ ആ കുട്ടിയുടെ ആ സിവിയർ ഫ്ലൂ ആൻഡ് കോൾഡ് ഓൾ കംപ്ലൈൻസ് സബ്സൈഡ് ചെയ്തിട്ട് 4th ഡേ തിരിച്ചു പോയി. He also compelled for admitting the patient for the treatment. അവിടെ അഡ്മിറ്റ് ആക്കാനാണ് പറഞ്ഞത് അവിടുത്തെ ക്യാൻസർ സെന്ററിൽ പോയിട്ട്. എന്നിട്ട് അവരിവിടെ തൃശ്ശൂരിലേക്ക് തിരിച്ചു വന്നു. വിത്തിൻ 3 days all the complaints subsided and he became normal. Later he got married and now he is the father of a cute healthy baby. അന്ന് 13 വയസ്സിലാണ് കേട്ടോ നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വന്നത്. Meanwhile, he also narrated a funny incident when he came to Sauparnika for a yearly once checkup. അസുഖമൊന്നും ഇല്ലെങ്കിൽ വരണ്ടെന്ന് പറഞ്ഞാൽ ഇയർലി വൺസ് ആ കുട്ടി എല്ലാ വർഷവും തൃശ്ശൂരിലേക്ക് വരും. As a part of his job, he had the opportunity for documentation of records of the hospital where he consulted previously before taking Ayurvedic treatment, from where they calculated his lifespan to be a week or more and left him. ആ ഹോസ്പിറ്റലിൽ തന്നെ ആ കുട്ടി ഈ കമ്പനിയുടെ മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രൊജക്ട് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് റെക്കോർഡ്സ് ഇത് കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള ഇത് ഡ്യൂട്ടി കുട്ടിയുടെ തലയിലാണ് വരുന്നത്. ആക്സിഡന്റലി ആ കുട്ടി ഒന്ന് അന്വേഷിച്ചു എന്റെ ഫയൽ എവിടെ ഉണ്ടോ എന്നുള്ളത്. He got his own records among the expired patients, and when he informed the concerned authorities that he himself was the patient they have considered to be the dead, they all stood dumbstruck and he had to produce proof to make them believe. അവർ ഒരു വിധത്തിലും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ കുട്ടി അത് തെളിയിച്ച് കാണിച്ചു കൊടുത്തു, വീട്ടിൽ പോയിട്ട് എല്ലാ എവിഡൻസും കൊണ്ടുവന്നിട്ട്. Now he has completed 30 years after starting our treatment, still live almost healthy. ആ രാഹുദശയുടെ കുറച്ച് എറപ്ഷൻസ് ഇടയ്ക്ക് ചെറുതായിട്ട് വരുന്നു എന്നുള്ളല്ലാതെ വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല. ഇപ്പൊ അദ്ദേഹം വീണ്ടും പ്രൊമോഷൻസ് കിട്ടിയിട്ട് ഹൈ റാങ്കിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് കൊടുത്ത മെഡിസിൻസ് ചണ്ഡമാരുത സിന്ദൂരം, പ്രവാളഭസ്മം, ചന്ദ്രോദയം ചേർത്തിട്ടുള്ളത്, കാന്തഭസ്മം കൂടി ആഡ് ചെയ്തിരുന്നു. ഓൾ മെയ്ഡ് ഇൻ ടു പേസ്റ്റ്, അത് തേൻ, തുളസി സരസം, ഇഞ്ചി സരസം ചേർത്തിട്ട്. ദെൻ പവിഴഗുളിക എക്സ്റ്റേണൽ ആപ്ലിക്കേഷന്, കസ്തൂരി മെഴുക് ഫോർ ശ്വാസ അവസ്മാര, അതൊക്കെ അത് പ്രിവെന്റ് ചെയ്യാനും കൂടിയിട്ട്.
അതാണ് കുറച്ച് നാൾ കൂടി 2.5 വർഷം വരെ കണ്ടിന്യൂ ചെയ്യാൻ കൊടുത്തത്. ഈ കുട്ടി നമ്മുടെ അടുത്ത് അന്ന് വരുമ്പോ ആകെ വീക്കായിരുന്നു. 1 ഇയറിന് ശേഷം അന്നെടുത്ത ഒരു ഫോട്ടോ. അന്ന് എനിക്ക് മൊബൈൽ ഫോണോ സാധാ ലാൻഡ് ഫോണോ ഒന്നും ഇല്ല കേട്ടോ. അവരുടെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ ഞാൻ കളക്ട് ചെയ്തതാണ് ആഫ്റ്റർ 1 ഇയർ ട്രീറ്റ്മെന്റ്. പിന്നെ ആഫ്റ്റർ 25 ഇയേഴ്സ് വെൻ ഹി ഗോട്ട് മാരേജ്, 20 ഇയേഴ്സ്. പിന്നെ ഒരു വയസ്സുള്ള കുട്ടി. ഈ കുട്ടി ഇപ്പോ 4ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഫോട്ടോ എനിക്ക് എൻ്റെ ഒരു പഴയ മൊബൈലിലാണ് കിടക്കുന്നത്. അതിൽ ആഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അത്രയും ഹെൽത്തിയാണ്. അവരിപ്പോഴും അവരുടെ വീട്ടിലെ എല്ലാ തരം ചികിത്സകളും അവരുടെ അമ്മയുടെയോ സിസ്റ്ററിന്റെയോ എല്ലാവരുടെയും ട്രീറ്റ്മെന്റും നമ്മുടെ ആയുർവേദത്തിലേക്ക് മാത്രമാണ് വരിക. അവർക്കൊക്കെ കുറെ കോംപ്ലിക്കേറ്റഡ് കംപ്ലൈൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി കൊടുക്കാൻ പറ്റി. അതാണ് ഒരു നോൺ ഹോട്ട്കിൻസ് ലിംഫോമയുടെ. നോൺ ഹോട്ട്കിൻസ് ലിംഫോമ പിന്നീട് വളരെയധികം കേസസ് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അവര് 99% പേഷ്യൻസും കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഒരു 93 ഏജിലുള്ള എൻഡ് സ്റ്റേജിലുള്ള ലിംഫോമ കേസ് മാത്രമാണ് ഡെത്തിലേക്ക് പോയത്. ബാക്കി എല്ലാവരെയും അവരുടെ എൻഡ് വരെ, അവരുടെ ആയുസ് വരെ തീരുന്നത് വരെ സുഖാക്കി എടുക്കാൻ പറ്റി. ഇപ്പോഴും കുറേയധികം പേര് ജീവിച്ചിരിക്കുന്നവരുണ്ട്. ദെൻ സെക്കൻഡ് കേസ് മസ്തുലുങ്ക അർബുദ പൊറൻസിഫാലി. അർബുദ നമ്മുടെ ആയുർവേദത്തില് എല്ലാ തരം ട്യൂമറുകളെയും എക്സസ് ഗ്രോത്തുകളെയും അർബുദ ഗണത്തിലാണ് പെടുത്തുന്നത്. അപ്പൊ നമുക്ക് അവിടെ ബിനൈൻ ഓർ മാലിഗ്നന്റ് എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല ആയുർവേദത്തില്. അതുകൊണ്ട് തന്നെ ഈ പൊറൻസിഫാലി ബിനൈൻ ട്യൂമർ എന്നാണ് മോഡേൺ മെഡിസിൻ പറയുന്നെങ്കിലും ഈ പൊറൻസിഫാലി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു ക്യാൻസർ ആ പേഷ്യന്റിനെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ് ചെയ്യുന്നത്. വർഷങ്ങളോളം ജീവിച്ചിരിക്കാം. പക്ഷെ ഇപ്പൊ ബ്രെയിനിലാണെങ്കിൽ ആ ബ്രെയിൻ കംപ്ലീറ്റ് ഈ ട്യൂമർ ഗ്രോത്ത് കൊണ്ട് ഫില്ല് ചെയ്തിട്ട് ആ പേഷ്യന്റ് കംപ്ലീറ്റ് കോമയിലേക്ക് പോകും. പിന്നെ കംപ്ലീറ്റ് ഒരു ഈക്വൽ ടു ജീവച്ഛം എന്ന് പറയില്ലേ, ആ അവസ്ഥയിലേക്ക് പോയി ഡെത്തിലേക്ക് പോകുന്ന കേസാണ് പൊറൻസിഫാലി. അതുകൊണ്ട് ഇത് നമ്മുടെ അടുത്ത് 100% മാറി എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിവിടെ എടുത്തിട്ടു മാത്രം. ഇവർ രണ്ടുപേരും ഈ പൊറൻസിഫാലി കേസും ഈ കുട്ടി ഇപ്പൊ എന്റെ അടുത്ത് വന്നിരുന്നു അതുകൊണ്ട് ഞാൻ അത് പെട്ടെന്ന് ഇതിലേക്ക് എടുത്തിട്ടതാണ് കേട്ടോ. ദെൻ പേഷ്യന്റ് നെയിം പൂർണിമ, 3 months. ഈ കുട്ടിയുടെ 3 months ഏജിലാണ്, ജനിച്ച് 3 മാസം ആയപ്പോഴാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 20 years ബാക്ക് while I was working at a heart hospital Thrissur for my IP cases, because അന്ന് എനിക്ക് IP ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി ഇല്ല. അപ്പോൾ IP ഫെസിലിറ്റി വേണ്ട കേസസ് ധാരാളം കോംപ്ലിക്കേറ്റഡ് കേസ് ഉള്ളത് കൊണ്ട് ഹാർട്ട് ഹോസ്പിറ്റലുമായിട്ടുള്ള ഒരു ലിങ്കില് എൻ്റെ IP കേസുകളെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്, ആയുർവേദ ട്രീറ്റ്മെന്റ്. അപ്പൊ എന്തെങ്കിലും ക്യാൻസർ കേസുകളാകുമ്പോൾ എന്തെങ്കിലും എമർജൻസി വേണ്ടി വരാലോ, അപ്പൊ ഞാൻ നേരെ മോഡേൺ ഓൺകോളജിയിലേക്കും കൂടി വിടും. അങ്ങനെയായിരുന്നു അവിടെ ചെയ്തിരുന്നത്. One day morning, a 3 months old baby was brought to my home by her so weak parents for consultation. ഞാൻ ഹോസ്പിറ്റൽ തൊട്ടടുത്താണ് ഞാൻ താമസിച്ചിരുന്നത്. They had many queries like, can any treatment be done for that critical condition? Was there any scope for the baby to live in almost normal condition, etc. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയണം. ഡോക്ടറെ സ്പീഡ് കൂടുന്നു, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇല്ല മാഡം, കണ്ടിന്യൂ ചെയ്തോളൂ. At the very first sight, it seemed to be an asadhyavastha, definitely, because when the baby was examined by lying her on a table, there was paralysis of right side of the body, complete paralysis, and continuous tilting of head towards both sides. സദാ തല 2 സൈഡിലേക്ക് ഇങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈഡ് വൈസ് ഡീവിയേറ്റഡ് ലിംബ്സ്, 2 കൈയും കാലുകളും ഇങ്ങനെ സൈഡിലോട്ട് ഡീവിയേറ്റഡ് വിത്ത് ഡിഫോമിറ്റി, ചെരിഞ്ഞ് വളഞ്ഞ് ഇരിക്കുന്നു. ഐബോൾസ് വെർ ഓൾവേസ് സ്ക്രോളിംഗ് അപ്വേർഡ്സ്. ബോഡി ഓൾസോ ഒരു ദണ്ഡകം പോലെ ശരീരം വളഞ്ഞ് ബാക്കിലോട്ട്, തല താഴെ വെച്ചിട്ട് ബോഡിയുടെ ട്രങ്ക് പാർട്ട് ഇങ്ങനെ വളഞ്ഞ് കുത്തി 2 കാലുകൾ 2 സൈഡിലേക്ക് ചെരിഞ്ഞ് വളഞ്ഞ ഒരു വികൃത രൂപം ശരിക്കും. So thin due to only 900 grams weight during 6 months emergency cesarean birth, and now it's only 1200 grams. അതിന്റെ ഞാൻ പിന്നീട് വരുന്നുണ്ട് എങ്ങനെ അത് വന്നു എന്നുള്ളത്. ഓൾമോസ്റ്റ് എ ഡിസ്ഫിഗേർഡ് സ്കെയറി അപ്പിയറൻസ് ഓഫ് ദ ബേബി. അതായിരുന്നു അന്ന് ഫസ്റ്റ് കണ്ടപ്പോഴുള്ള സിറ്റുവേഷൻ. Family history. Purnima was born to her parents 4 years after their marriage.
that too a late marriage. Her mother was so weak and malnourished. Her body weight was only 32 kg. Mothers. She couldn't carry up to the full-term pregnancy due to cervical incompetence and due to the poorest strength of the uterine muscles, and was given utmost care with proper rest to her. 6 മാസം വരെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു ഈ അമ്മ. അപ്പൊ അതുകൊണ്ട് തന്നെ വിശപ്പില്ല, ദഹനമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒരേ കിടപ്പല്ലേ. അങ്ങനത്തെ ഒരു ദുരിത കൂടിയായിരുന്നു ആ പ്രഗ്നൻസി പീരീഡ്. ടെൻഷനും കാരണം വളരെ ലേറ്റ് ആയിട്ടാണ് ഈ കുട്ടിയെ പ്രഗ്നന്റ് ആവുന്നത്. Hence, a circulated cesarean was done on 6th month of pregnancy and a baby was brought out. The doctor also informed that it would be difficult for her to bear another baby in this life. അപ്പൊ ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചു 600 ഗ്രാം തൂക്കത്തില്. അതോടൊപ്പം പറയാണ് ഇനിയൊരു പ്രഗ്നൻസി ഒരു കാരണവശാലും പാടില്ല എന്ന്. ആ സിസേറിയൻ സ്റ്റിച്ച് ഉണങ്ങുന്നതിന് മുമ്പ് ഇവരുടെ അടുത്ത് റിവീൽ ചെയ്ത കാര്യമാണ്. So they were ready for any kind of treatment and care to save their only one baby. That was also a challenge in front of me. Past history. After cesarean delivery, baby gave a feeble cry only. Started with mild body movements and often sudden jerky movements of seizures. Weight of the baby was only 900 grams at the and so was placed in incubator for 3 months. As the mother had insufficient breast milk, the baby was fed with other dietary supplements. Hence, the baby faced delayed developments as well as abnormal movements were shown with multiple episodes of seizures, which day by day increased. These all complaints were increased day by day even with medication. Even after keeping the baby in the incubator for 3 months with utmost care, there had only 300 grams weight gain and baby became so weak due to continuous occurrence of seizures. Seeing the worsening condition of the baby, the pediatrician informed that there wasn't any use keeping the baby in the incubator. He prescribed valparin and eptoin drops in small doses and discharged to home as a hopeless case. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അവര് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് കുട്ടിയെ കൊണ്ട്. MRI ബ്രെയിനില് അവിടെ വെച്ച് എടുത്ത ബ്രെയിനില് ഇംപ്രഷൻ ഇതായിരുന്നു. ലെഫ്റ്റ് ടെമ്പറോലേറ്ററൽ ഹ്യൂജ് forencephalic cyst filling almost left half of the brain with a dilated left lateral ventricle. പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഈ 20 വർഷം മുൻപ് എന്ന് പറയുന്നത് നമ്മുടെ കേസ് ഡോക്യുമെന്റേഷനൊക്കെ അത്ര സ്പീഡിലാണ്. OP മാത്രല്ലേ, അന്ന് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ പോലും ഒരു ഡെയിലി 2 OP, അതിന്റെ ഇടയിൽ ഹോസ്പിറ്റൽ IP ഇതെല്ലാം കൂടി നമുക്ക് എത്തില്ല. അപ്പൊ വളരെ ചുരുക്കിയാണ് കേസ് ഫയൽ MRIയുടെ റിപ്പോർട്ടും കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടോ പോലും എനിക്ക് പിന്നെ ഓർക്കാൻ പറ്റില്ല. എന്റെ OP ക്ലിനിക്കുകളിലത്തെ ഫയലുകൾ ഒരു 6000-ലധികം ഫയലുകളൊക്കെ കുറെ ഡാമേജ് ആയിപ്പോയി, അതിലൊക്കെ പെട്ടുപോയി. അപ്പൊ അന്നത്തെ ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നാണത്. അതിലുള്ള ഇംപ്രഷനാണത്. ദിസ് വാസ് ദ കോസ് ഫോർ പാരാലിസിസ് ഓഫ് ദ റൈറ്റ് ഹാഫ് ഓഫ് ദ ബോഡി ആൻഡ് റെക്കറന്റ് എപ്പിസോഡ്സ് ഓഫ് സീഷേഴ്സ്. ദെൻ മെഡിസിൻസ് ഗിവൺ ഇനീഷ്യലി. അപ്പൊ ഞാൻ ഓർത്തു ഇവരെന്തായാലും യാചിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുട്ടിയെ രക്ഷപ്പെടുത്തി തരൂ ഡോക്ടറെ, ഞങ്ങൾക്ക് ഇനിയൊരു കുട്ടി വേറെ ഇല്ല, ഈ ലേറ്റ് ഏജിൽ ഇനിയിപ്പോ ഒരു അഡോപ്ഷനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഡോക്ടർ ഒന്ന് പരമാവധി ട്രൈ ചെയ്തുകൊണ്ട് യാചിക്കുകയാണ് അവര്. അപ്പൊ ഞാൻ ഓർത്തു എന്തായാലും ഒന്ന് ചെയ്തു നോക്കാം, മരിക്കാൻ വിട്ടിരിക്കല്ലേ, ഏതാനും ദിവസങ്ങൾക്കുള്ളിലും മരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കൊരു അവസാന കൈ നോക്കാലോ. ആ ഒരു ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയത്. അന്ന് പീഡോ സിറപ്പ് 1 ടീസ്പൂൺ PD. പീഡോ എന്ന് പറയുന്നത് നമ്മുടെ ഉരമരുന്ന്, അരിയാറാതി, അത്തരം മരുന്നുകളുടെ ഒരു കൺക്ലൂഷൻ ആണ്. അതിന്റെ ഒരു ഏറ്റവും പാലറ്റബിൾ സ്റ്റേജ് ഫോമിലുള്ള നല്ലൊരു സിറപ്പാണ് കുട്ടികൾക്കുള്ള പീഡോ സിറപ്പ്. അത് 1 ടീസ്പൂൺ വീതം 2 നേരം കുട്ടിക്ക്. സോറി, 1 ടീസ്പൂൺ അല്ല കേട്ടോ, ഞാനത് എഴുതിയപ്പോ തെറ്റിയത്. ഞാൻ ഈ പേപ്പർ 2 ദിവസത്തെ രാത്രി കൊണ്ടാണ് എഴുതിണ്ടാക്കിയത്, അതിന്റെ ഒരു മിസ്റ്റേക്കാ. 1 ടീസ്പൂൺ അല്ല, 1 ഡ്രോപ്പ് ചെയ്താണ് അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വരണാധികൃത, മഹത് പഞ്ചകവികൃത, ഭൂനാഗ തൈല, ഓൾ ദ എബവ് വേർ മിക്സ്ഡ്. ഈ 3 മെഡിസിനും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് only 3 drops. So 1 drop from each medicine plus 1/4 spoon of honey.
mixed 2 times per day. For external application, Gairiga means Rador, Pungavi, plus Manikundirikadi Churna, both in equal quantity. Navasara salamoniac, 2 grams, all mixed together, made into a paste. That's Ubanahamite, boiled and cooled water. That's room temperature. And applied on the left half of the head as labor for 2 hours per day, starting from half an hour. അപ്പോൾ ഈ കൊച്ചുകുട്ടിക്ക് സമ്മതിക്കില്ലല്ലോ. അപ്പൊ ഞാൻ അരമണിക്കൂറിൽ ഫസ്റ്റ് ഡേ അപ്പൊ ആ ട്യൂമർ ഇരിക്കുന്ന ഭാഗത്ത് കുറച്ച് തിക്കായിട്ട് 0.5 സെന്റിമീറ്റർ കനത്തിലും ബാക്കിയുള്ളടത്ത് ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ മീതെ ഒരു ഇല വെച്ച് കെട്ടി വളരെ സ്മൂത്ത് ആയിട്ട് കെട്ടി വെച്ച് കിടത്തുക ചെയ്തത്. ഫസ്റ്റ് ഡേ ഇത് തലനീരിറങ്ങി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുമെന്ന് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് കഷ്ടി ഹാഫ് അവർ ആകുമ്പോഴേക്കും ഞാനത് പതുക്കെ വടിച്ചെടുത്തിട്ട് ഇളം അനുഷ്ണശീതത്തിലുള്ള നെല്ലിക്ക കഷായ വെള്ളത്തിൽ കഴുകി, നെല്ലിക്ക കഷായ വെള്ളം പോലും അനുഷ്ണശീതാണ് കേട്ടോ, തണുപ്പിച്ച് ചെയ്തില്ല, കഴുകിയെടുത്തു. പിന്നീട് സമയം കൂട്ടി കൊണ്ടുവന്നിട്ട് 2 hour വരെ എത്തിച്ചു. അത് കൊടുത്തയക്കുകയാണ് ചെയ്തത്. ഇവർക്ക് ഈ അമ്മയെ കംപ്ലീറ്റ് പഠിപ്പിച്ചു കൊടുത്തിട്ട് വീട്ടിൽ വെച്ച് ചെയ്യാണ് ചെയ്തത്. ഫോർ ഓയിൽ ബാത്ത് സെലക്ടഡ് കാർപ്പസാസ്ത്യാദി പ്ലസ് സഹചരാദി പ്ലസ് മാഷതൈലം മിക്സ് ഇൻ ല്യൂക്ക് വാം ആൻഡ് ഇൻസ്ട്രക്ടഡ് എ ഫെദർ ടച്ച് മസാജ് ഫോർ 10 to 15 minutes. അപ്പൊ കാർപ്പസാസ്ത്യാദി അറിയാലോ, ഈ പാരാലിസിസ് അതിന്റെ പക്ഷാഘാത ശമനത്തിന് സഹചരാദിയും പ്ലസ് മാഷതൈല ഫോർ ബ്രഹ്മണം അർത്ഥം. അപ്പൊ ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ട് അനുഷ്ണശീതമാക്കിയിട്ട് വളരെ ഫെദർ ടച്ച് ആയിട്ട് അമ്മോട് തലോടി കൊടുക്കാൻ പറഞ്ഞു. മസാജ് ചെയ്യല്ല, തലോടല്, ഫെദർ ടച്ച് അപ്ലിക്കേഷൻ. അത് പ്രത്യേകിച്ച് വീക്കായിട്ടുള്ള ഏരിയയില് അത് വളരെ ഡെലിക്കേറ്റ് അല്ലേ ബോണൊക്കെ, ഒരല്പം ഒന്ന് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് പൊട്ടും, അത്രയും വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അത്രയും ഞാൻ ചെയ്ത് കാണിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ഫോളോഡ് ബൈ ഷാഷ്ടിക പിണ്ടസ്വേദ മൃദു. അതും ഞാൻ അത് ഉണ്ടാക്കി അപ്ലൈ ചെയ്യേണ്ടത് അമ്മയെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരത് സാവധാനം അരമണിക്കൂർ വരെ തട്ടി തലോടിക്കൊണ്ടിരുന്നു. ഓരോ ദിവസം ചെയ്യുന്തോറും ഈ വീക്കായിട്ടുള്ള ഭാഗം സ്മൂത്ത് ആവുന്നതും കുറച്ചൊക്കെ സ്നിഗ്ധഭാവത്തിലേക്ക് വരുന്നതും ചെറിയ ചെറിയ മൂവ്മെന്റ്സ് വരുന്നതും കാണാൻ തുടങ്ങിയപ്പോൾ കുട്ടിയും കൂളായിട്ട് ഇതിന് കിടന്ന് അനുസരിക്കാൻ തുടങ്ങി. ആ പെടച്ചിൽ നിർത്തിയിട്ട്, ആദ്യം കിടന്നിങ്ങനെ പെടച്ചിലായിരുന്നു എന്താ സംഭവിക്കുന്നതെന്ന്. പിന്നെ ആ പെടച്ചിൽ നിർത്തിയിട്ട് കുട്ടി കൂളായിട്ട് ഇതിന് കിടന്നു കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അമ്മ സമയം ക്രമേണ കൂട്ടി കൊണ്ടുവന്നു. ദെൻ മാനസമിത്ര വടക പ്ലസ് തന്തു പാഷാൻ ടാബ്ലറ്റ് 1/4 ഈച്ച്. മാനസമിത്ര വടക ഒരു ടാബ്ലറ്റിന്റെ 1/4 പോർഷൻ ആണ് എടുത്തത്. തന്തു പാഷാൻ ടാബ്ലറ്റ് എന്താണെന്നറിയോ? മരിജ പ്ലസ് കൽനാർ, അതാണ്. അത് സാഗർ ഫാർമസി ടാബ്ലറ്റ് ഫോമിൽ ഉണ്ടാക്കുന്നുണ്ട്. ഞാനത് തനിയെ വീട്ടിലുണ്ടാക്കി കൊടുക്കാറാ പതിവ്. അന്ന് എൻ്റെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ടാബ്ലറ്റ് വാങ്ങിയിട്ട് 1/4 ടാബ്ലറ്റ് എടുത്തിട്ട്, വളരെ ടേസ്റ്റി ടാബ്ലറ്റ് ആണ്, സ്വീറ്റ് ആണ് അതിന്റെ ടേസ്റ്റ്. അത് പാലിൽ ചാലിച്ച് ചേർത്തിട്ട് 2 നേരം കൊടുത്തു കുട്ടിക്ക്. അപ്പോൾ ആ സീഷർ ശമനത്തിനും സുഖമായിട്ടുള്ള ഉറക്കത്തിനും നെർവസ് സിസ്റ്റത്തിനെ മാക്സിമം സ്ട്രെങ്തൻ ചെയ്യാനും എല്ലാറ്റിനും അത് വരിച്ചു. മൂർച്ചാന്തക തൈല 3 drops ഓൺ ബ്രഗ്മാറ്റിക് റീജിയൻ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ. മൂർച്ചാന്തക തൈല എന്ന് പറയുന്നത് നമ്മുടെ അരുത കൽക്കവും സ്വരസവും ആക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ് മൂർച്ചാന്തക തൈല. അതൊക്കെ അന്ന് ഗുരുവിന്റെ അടുത്ത് പഠിച്ചിട്ട് ഞാൻ അപ്പോഴേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 3 drops എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ മൂർധാവില്. പിന്നെ ഗന്ധർവസ്ഥാതി തൈലവസ്തി അത് 5 മില്ലി ആണ് കേട്ടോ. 5 മില്ലി നമ്മുടെ പറഞ്ഞോളൂ. നമ്മൾ കുറച്ച് എക്സൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടൈപ്പ് ഒന്ന് ഏകദേശം സോറി, പെട്ടെന്ന് തീർക്കാം കേട്ടോ. ഗന്ധർവസ്ഥാതി തൈലവസ്തി 5 ml വെച്ചിട്ട്, അത് സിറിഞ്ച് വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. നമ്മുടെ സാധാരണ വസ്തി യന്ത്രത്തിൽ പറ്റില്ലല്ലോ അത്ര ചെറിയ കുട്ടിക്ക്. അപ്പൊ സിറിഞ്ച് വെച്ചിട്ട് 5 ml ചെയ്തു. ഫോർ മദർ ടു ഗെറ്റ് ദ ഇഫക്ട് ടു ബേബി ത്രൂ ബ്രസ്റ്റ് മിൽക്ക്. അപ്പോൾ സാധാരണ കുട്ടികൾക്ക് നമ്മുടെ ശാസ്ത്രം പറയുന്നുണ്ടല്ലോ, കുട്ടികൾക്ക് ഏറ്റവും പാലറ്റബിൾ ആയിട്ടുള്ള മെഡിസിൻസ്, അതിന്റെ വലിയ മെഡിസിൻസ് അമ്മയ്ക്കാണ് കൊടുക്കുന്നത്, മുലപ്പാലിൽ കൂടി അതിന്റെ ഫലം കിട്ടാൻ. അമ്മയ്ക്ക് ഗുൽഗുലു തിക്തകൃത, കാഞ്ചനാര ഗുൽഗുലു, ദെൻ ഇതെല്ലാം അർബുദകരമായിട്ടുള്ളത്. ദെൻ ഹിമാടാബ് ഹെമാറ്റനിക് ആയിട്ട്, അലർജിൻ ഇമ്യൂണോപ്ലസ് സ്മൃതി പ്ലസ് ഗാലക്ടോപ്ലസ് ബ്രസ്റ്റ് മിൽക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിന്. അമ്മ വീക്ക് ആയതുകൊണ്ട് ബ്രസ്റ്റ് മിൽക്ക് തീരെ ഉണ്ടായിരുന്നില്ല. ഇത് കൊടുത്തതിന് ശേഷം അമ്മയുടെയും കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി മാക്സിമം കൂടി വന്നു. ബ്രസ്റ്റ് മിൽക്ക് കൂടി കുട്ടിയുടെ ആരോഗ്യം അങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റി. ആസ് ദേ കെയിം ഫ്രം എ സ്മോൾ വില്ലേജ്, കോഴിക്കോട് നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കുട്ടിയും കൊണ്ട് ഇങ്ങോട്ടുള്ള യാത്ര ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു കം മന്ത്ലി ഫോർ കൺസൾട്ടേഷൻ. സോ അപ്പോൾ കുട്ടിയുടെ വിവരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ ഫാദർ ആണ് മന്ത്ലി വൺസ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്.
അപ്പോൾ ഫാദർ ഓരോ പ്രാവശ്യം വന്നിട്ട് പറയും ഷീസ് ഗെറ്റിംഗ് ബെറ്റർ, വെരി ഗുഡ് ഇംപ്രൂവ്മെന്റ് എന്നൊക്കെ. പക്ഷെ എനിക്ക് അത് അത്രയും കൂടി വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. ഒരു 1 year വരെ മന്ത്ലി വൺസ് ഫാദർ വന്നിട്ട് ഓരോ കംപ്ലൈൻറ്റ്സ് അപ്പോഴത്തെ സ്റ്റേജ് ഡിസ്ക്രൈബ് ചെയ്യും, ഞാൻ അതിനനുസരിച്ച് മെഡിസിൻ കൊടുക്കും. പിന്നെ 1 year ആയപ്പോൾ എനിക്ക് തോന്നി ഇനി കുട്ടിയെ കാണാതെ മെഡിസിൻ എഴുതിയാൽ പറ്റില്ല. അപ്പോ മെഡിസിൻ ഓരോ മാസം കഴിയും തോറും 1 ഡ്രോപ്പ് എന്നുള്ള 2 ഡ്രോപ്പ് 3 ഡ്രോപ്പ് 4 ഡ്രോപ്പ് അങ്ങനെ കൂട്ടി കൊണ്ടുവന്നു. Accordingly, and adding 1 or 2 ഔഷധാസ് according to the complaints if it was required. When Purnima turned 1 year, I asked to bring her to see the changes directly. ഞാൻ പറഞ്ഞു ഇനി കാണാതെ കുട്ടിക്ക് മരുന്ന് എഴുതില്ല എന്ന് പറഞ്ഞു. ദെൻ കുട്ടിയെ നേരിട്ട് കൊണ്ടുവന്നപ്പോ ബോഡി വെയിറ്റ് 8 kg ആയിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ ബോഡി ക്യാൻ സ്ലൈറ്റ്ലി ബി മൂവ്ഡ്. അപ്പോ കുട്ടിക്ക് തനിയെ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പാരലൈസ്ഡ് ഏരിയ, അത് മൂവ് ചെയ്യാൻ തുടങ്ങി. ഷീ കുഡ് സ്മൈൽ, ലുക്സ് അപ്പ് വെൻ കോൾഡ്. നമ്മൾ വിളിക്കുമ്പോൾ കുട്ടിയുടെ പേര് പറഞ്ഞ് വിളിക്കുമ്പോൾ കുട്ടി ആ ഭാഗത്തേക്ക് നോക്കും. ഈവൻ ദോ ദർ വാസ് സം സ്കിൻഡ് ഇൻ ദ ഐസ്. ദെൻ മേക്സ് സം സൗണ്ട്, എന്തൊക്കെയോ ചില സൗണ്ടുകൾ, മീനിങ് ഫുൾ സൗണ്ട്സ് വരാൻ തുടങ്ങി. സീയിങ് ഓൾ ദീസ് ഐ ബിക്കെയിം കോൺഫിഡൻറ്റ് ദാറ്റ് ഇഫ് മോർ ട്രീറ്റ്മെന്റ്സ് were given, she might become a normal kid of her age. A MRI scan was taken again and the reports showed that there was neither increase in size of the cyst according to the growth, nor it harmed the other areas. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് 3 months എടുത്ത MRI ഉണ്ടായിരുന്ന ട്യൂമറിന്റെ സെയിം സൈസ് ആഫ്റ്റർ 1 year. പക്ഷെ ബോഡി വെയിറ്റ് 1200 grams 8 kg ആയി. അപ്പൊ ആ ബോഡി വെയിറ്റിനനുസരിച്ച് ട്യൂമർ സൈസ് കൂടിയില്ല. അപ്പോൾ അതിനനുസരിച്ച് ബ്രെയിൻ ഫംഗ്ഷൻ ആൻഡ് അനാറ്റമിക്കലി ആൻഡ് ഫിസിയോളജിക്കലി ബ്രെയിൻ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്തു വന്നു. അതുകൊണ്ടാണ് ഗുഡ് മൂവ്മെന്റ്സ് കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദിസ് time I advised for 10 days admitted treatment in our newly opened Sauparnika hospital to speed up the recovery. They brought her for the same without delay. As a part of Shodhana Chikitsa, മൃദു അഭ്യംഗ കുട്ടിക്ക് ആദ്യം കൊടുത്തു. മൃദു അഭ്യംഗ കാർപ്പസാസ്ത്യാദി കർപ്പൂരാദി തൈലം വെച്ചിട്ട് 2 ദിവസം വളരെ മൃദുവായിട്ടുള്ള ഒരു 1 hour തലോടല് നഴ്സുമാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. 3rd day മൃദു വിരേക വിത്ത് ബാലസുധ 2 drops with 1 ounce lukewarm milk. ആ പാലിൽ ചേർത്തിട്ട് പില്ലറിൽ എടുത്തിട്ട് കൊടുക്കുക ചെയ്തത്. Balasudha only 2 drops. Then she got 2-3 Vegas motion. 4th day onwards, our Chandamartha Sindhura, the Vajrayuda, to dissolve any types of tumor. 1/4 5 milligram and adult dose 70 milligram ആണ്. ഈ കുട്ടിക്ക് കൊടുത്തത് 5 milligram with 1/4 teaspoon of honey ചേർത്തിട്ട് with 1 ounce milk. അത് at night for 5 days. കുട്ടിക്ക് രാത്രി മാത്രമാണ് കൊടുത്തത്. കുഷ്മാണ്ഡ രസായൻ 1/2 teaspoon പല പ്രാവശ്യമായിട്ട്. പത്യാഹാര ഗ്രൂവൽ പാൽക്കഞ്ഞിയും പുളിയില്ലാത്ത പഴങ്ങളെ ജ്യൂസായിട്ട് നട്ട്സ് പൊടിച്ചത് പാലിലൊക്കെ ആയിട്ട് കൊടുത്തു. കുഷ്മാണ്ഡ രസായൻ 1/2 teaspoon. മറ്റു മെഡിസിൻസ് തന്തുപാഷൻ ടാബ്ലറ്റ്, മാനസമിത്ര വടക, അവരണാധികൃത, കല്യാണകൃത, ഇതൊക്കെയാണ്. ഇത് ഈ സിദ്ധ മെഡിസിൻ 5 ദിവസം കഴിഞ്ഞതിന് ശേഷം കേട്ടോ, പിറ്റേ ദിവസം തൊട്ട്. അമ്മയ്ക്ക് ആദ്യം കൊടുത്ത മെഡിസിൻസ് ഇത് അതേപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. കുറച്ചുകൂടി ഡോസ് കൂട്ടിയിട്ട്. ഓൾസോ ആഡഡ് അമൃതപ്രാശകൃത 1 teaspoon മോർണിംഗ് ആൻഡ് ആഫ്റ്റർ ഫുഡ് ആൻഡ് വിതാരിയാദി ലേഹ്യം 1 teaspoon HS അമ്മയ്ക്ക് കൊടുത്തത്. അഡ്വൈസർ ടു കം ഫോർ റിവ്യൂ ആഫ്റ്റർ 3 മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഓൾദോ വാൾപാരിൻ സിറപ്പ് പ്രിസ്ക്രൈബ്ഡ്. ഈ വാൾപാരിൻ കുട്ടി ഇത്ര ഇംപ്രൂവ് ചെയ്തു വന്നപ്പോൾ സീഷേഴ്സ് തീരെ വരാതെ ആയപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു അറിയോ, വാൾപാരിൻ ആൻഡ് അപ്റ്റോയിൻ സിറപ്പ് ഗ്രാജുവലി റെഡ്യൂസ്ഡ് ദ ഡോസ്. ബട്ട് ഇത് ഡോസ് റെഡ്യൂസ് ചെയ്തിട്ട് നോ റെക്കറൻസ് ഓഫ് ദ സീഷേഴ്സ്. അതും ഒരു നല്ല ഇംപ്രൂവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി. ലേറ്റർ moreover the child was more energetic, could walk step by step with the support to correct the valgus deformity of the foot. Corrective shoes was prescribed because കാല് അത്രയും ഡിഫോംഡ് ആയിരുന്നു, ഉള്ളിലോട്ട് വളഞ്ഞാണ് ഇരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഷൂസ് കാലിന്റെ അടിയിൽ പാഡ് വെച്ചിട്ട് ഷൂസ് ധരിപ്പിച്ചു. The flexor fingers were tied with a finger splint and a straightening pad so that it slightly gets stretched up. Saraswadarishta gold 3 drops in milk. Dose was increased by a drop every month. Kalyanaka Avalehya Churna plus honey plus Nimbu Sarasa means lemon juice made into a paste and applied on tongue frequently for Aksharaspudada. Then under the guidance of her father, who was a teacher by profession,
the child could pronounce more words, a bit unclear. By the age of 2 years, later she could speak out small sentences also. Although her speech could be understood only by her parents, we believed that one day she could make it up and speak absolutely normal, as she couldn't stay away from her father. കാരണം ഫാദർ ആണ് കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് വീട്ടു ജോലികളും ബാക്കി പ്രാരാബ്ദങ്ങളായിട്ട് സമയം ഉണ്ടായിരുന്നില്ല. അച്ഛനായിട്ട് അത്ര അറ്റാച്ച്മെന്റ് ആയിരുന്നു കുട്ടി. The treatment could be done only during the summer vacation because അച്ഛൻ ടീച്ചർ ആയിരുന്നതുകൊണ്ട് സമ്മർ വെക്കേഷനിൽ മാത്രമേ പറ്റുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ IP ട്രീറ്റ്മെന്റ് പിന്നെ വൺസ് ഇൻ എ ഇയർ ആക്കി. അതൊരു 3 മാസം കൂടുമ്പോൾ ഞാൻ ആവശ്യപ്പെട്ടിരുന്നതാണെങ്കിൽ കൂടി. Like that, the IP treatment was done 2 more times for 10 days each, yearly once. Medicines given were Abhyanga with Karpasasadi, Kotanchukadi, Sajradi, then Talapodishil with Gairiga, Rador with Navasara, Varachurna, strengthening Abhyanga and Vyayama on the weekends. Other weekly continuation at Parnodo, Mahamasha Thailam, Mahanarayana Thailam, Karpura Thailam, etc. Murchandaga, Murdabhyanga and Pradimarshasya with Bhunaga Thailam. It is a highly effective to energize all the inactive nerves in the body. Shastika Pindasveda alternate days. Then all these were done according to the condition of the baby. And initially she disagreed. Adyam kutti idinu itrayum veliya treatment okku adyam sammadikkundayirunilla. Ee age kooduthorum kutti pinne ellam disagreed aayirunnu adyam. And we had to struggle a bit. Kuttiye കൈ കാലൊക്കെ പിടിച്ചു നിർത്തിയിട്ടൊക്കെ പിന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. ബട്ട് ലേറ്റർ ഓൺ ആഫ്റ്റർ ഈച്ച് ട്രീറ്റ്മെന്റ് procedure, she herself began to feel the improvements as increasing of health and the strength of the body along with the complexion. അപ്പൊ കുട്ടിക്ക് എന്നെ മനസ്സിലായി ഇത് ഓരോന്ന് ചെയ്യുന്നതും കുട്ടി അത്രയും ഇംപ്രൂവ് ചെയ്യിക്കുകയാണ് എന്നുള്ളത്. Since then she herself started enjoying the visit to Sauparnika for treatment. Also she reminded her parents when it was the time for each course of treatment. And just as a second family of her as Varnika. Gradually, the weakness of the limbs began to reduce. By the age of 4 years, Purnima started to imitate the dance steps shown in Doordarshan. Also began singing songs, although it was unclear. But this was a huge progress, and I advised them to send her to Anganwadi and gave special instructions to the teachers there. Without delay, Purnima was made to do all activities by herself, also provided dance classes especially for her. അപ്പോൾ കൈയുടെ കാലിൻ്റെയൊക്കെ വഴക്കം വീണ്ടെടുക്കാനായിട്ട് ഡാൻസ് വളരെ നല്ലതായിട്ട് തോന്നി. കുട്ടിക്കും അത് വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. Every 6 months, she was brought to our hospital for review. She was given small gifts and motivation for each and every new activities, which made her do everything by herself and more confidently. ഞാൻ കുട്ടി വരുമ്പോൾ പ്രത്യേകം ഗിഫ്റ്റുകൾ എടുത്തു വെക്കും. എന്നിട്ട് എന്തൊക്കെ ചെയ്തു പുതിയതെന്ന് ചോദിച്ചിട്ട് കുട്ടി പറയുന്നതിനനുസരിച്ച് ഓരോന്നിനും ഓരോ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു നല്ല കാര്യങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുക, ചീത്ത കാര്യങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക. പണിഷ്മെന്റ് കൊടുക്കണ്ട, അടിക്കുക അതൊന്നും ചെയ്യാൻ പാടില്ല, അത് മൈൻഡ് ചെയ്യാതിരിക്കുക. അപ്പൊ കുട്ടി അത് റിയലൈസ് ചെയ്യും. കുട്ടി അങ്ങനെ ചീത്ത കാര്യങ്ങൾ, അതായത് പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുക, ട്രീറ്റ്മെന്റിന് അനുവദിക്കാതിരിക്കുക, മരുന്ന് കഴിക്കാൻ മടി കാണിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഇവർ പിണങ്ങി മാറി നിൽക്കുമ്പോൾ കുട്ടി പിന്നെ അതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങി. അതാണ് അതിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഗ്രാജുവലി ബൈ ദ ഏജ് ഓഫ് 8 വയസ്സാകുമ്പോൾ പൂർണിമ വാസ് ഏബിൾ ടു വാക്ക് വിത്തൗട്ട് സപ്പോർട്ട്, കുഡ് സ്പീക്ക് ഓൾമോസ്റ്റ് നോർമലി ആൻഡ് കുഡ് ഡു ഹർ ഓൺ ഡെയിലി റുട്ടീൻസ് ലൈക്ക് ഈറ്റിംഗ്, ബാത്തിങ്, ഡ്രസ്സിംഗ് എക്സെട്ര എല്ലാം തനിയെ ചെയ്യാൻ തുടങ്ങി, ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ചെയ്തു അത്. Then it was time to begin her schooling. So just as a trial, she was admitted to first standard in the same school her father worked. കാരണം സ്പെഷ്യൽ സ്കൂളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ അതിന് ഈക്വൽ ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പൊ കുട്ടി അവരുടെ ആ ഒരു ലെവലിലെ ഇംപ്രൂവ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചോളാം. I also gave a letter to the school authorities for the special attention and care which was to be given considering her health condition. Understanding these all, other teachers also worked hard to bring out the best in her. As it became a habit for her doing all activities with her left hand. അപ്പോൾ റൈറ്റ് സൈഡിലായിരുന്നല്ലോ ട്യൂമർ, അപ്പൊ ലെഫ്റ്റ് ഹാൻഡിലാണ് ആ കുട്ടി എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത്, വഴക്കുണ്ടായിരുന്നത്. അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ, ഈ കുട്ടി മെയിൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ബാൻഡ് ചെയ്ത് വെച്ചു.
ബാൻഡ് ചെയ്ത് വെച്ചപ്പോൾ എന്നിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യാനായിട്ട് ഇൻസ്പിറേഷൻ കൊടുക്കുക. ഗിവൻ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തു അതിന് വേണ്ടിയിട്ട്. വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ആദ്യം, പക്ഷേ ആ ഒരു സമ്മർദ്ദാവസ്ഥയിൽ കുട്ടി പതുക്കെ റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കാൻ തുടങ്ങി. Then she could manage almost everything with her right hand except writing. റൈറ്റിംഗ് മാത്രം റൈറ്റ് ഹാൻഡിന് വലിയ വഴക്കം കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അത് അനുവദിച്ചു. ലെഫ്റ്റ് ഹാൻഡിൽ തന്നെ റൈറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചു. ഷീ റോട്ട് വിത്ത് ഹർ ലെഫ്റ്റ് ഹാൻഡ് ഫോർ എക്സാംസ് ഫോർ വിച്ച് അവർക്ക് എക്സ്ട്രാ ടൈം അനുവദിച്ചു. എന്നിട്ട് വിത്ത് ആൻ എബോവ് ആവറേജ് സ്കോറിൽ കുട്ടി ഓരോ എക്സാം പാസ്സായിക്കൊണ്ടിരുന്നു. She was also given special training and care for inter-school level competitions and for extra curricular activities also, dance, drama, അതെല്ലാത്തിലും കുട്ടി പങ്കെടുക്കുന്നുണ്ടായിരുന്നു. And there also she won prizes. Other instructions given, Kanchana Gulgulu, Varanadi Gruda, അതൊക്കെ കണ്ടിന്യൂ ചെയ്തു. Other കല്യാണ കൃത, മഹത് പഞ്ചകവ്യ കൃത, സാരസ്വതാരിഷ്ടം, മുസ്താരിഷ്ടം, ബലാരിഷ്ടം, ഇതൊക്കെ കണ്ടിന്യൂ ചെയ്തു. അഭ്യക സ്നാനം 5 days per week ചെയ്യാൻ പറഞ്ഞു. Now she is a smart 20-year charming girl studying for TTC, that is teachers training course, as a Pingami for her father. Medicines for Purnima at present, Varanadi Gruda, Kanchanara Gulgulu, Nimbadi, Saraswarishta. ഈ 20 വർഷം കണ്ടിന്യൂസ് ആയിട്ടൊന്നും മെഡിസിൻ കൊടുത്തിട്ടില്ല കേട്ടോ. അവര് കുട്ടിയുടെ ഹയർ സ്റ്റഡീസിലേക്ക് പോയപ്പോൾ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാം കൂടി. അപ്പൊ കുറെ കാലം ഒരു മെഡിസിനും ഇല്ലാണ്ടിരുന്നു. എന്നിട്ട് പോലും ഒരു റിലാപ്സ് ഓഫ് ദ സീഷർ ഓർ എനി അതർ കംപ്ലൈന്റ്സ് ഹാവ് ബീൻ നോട്ടഡ്. ഷീ വാസ് ഓൾമോസ്റ്റ് ഹെൽത്തി. ബട്ട് ഇപ്പോൾ 20 ഇയറിൽ ഒരു 2 months ബാക്ക് അഗൈൻ വെൻ ദേ കെയിം ഇൻ മൈ ഹോസ്പിറ്റൽ, I prescribed these medicines for a maximum cure, dissolving of the tumor. That was Varnadi Grudam, Kanchanara Gulgulu, Nimbadi, Saraswarishta, Tandu Pashan tablet, Chavanprash, Kushmat Rasayan, etc. And now she is. If you watch you can see little deformity on her both legs and hands, very little, 1%. And on her face also, but almost if we see in the first sight, she is a very charming girl, just like as any other girl, and she is doing by normal transporting. She is going to her college, TTC college, and doing her all activities with a little speed than others, but she is a very smart girl now. Then, even though if we had maximum treatment facilities in either in Ayurveda or modern oncology, anywhere, prevention is better than cure, because it is a drastic disease anyway, either for kids or adults. So we have to follow, or we have to train our patients and all our public to maximum try to prevent getting cancer. The simple methods include more healthy manjal, curry leaves, onion, drumstick with leaves, and plenty of other fruits and vegetables in our daily diet. These are best against cancer, diabetes, and heart diseases. Do a virajana every month with a suitable aushadhas like easy lax syrup, like syrups for kids, and clear out Truvutleya, etc. for adults. For Sharira Shuddhi and Pratimarshasya with pure coconut oil, or Anutaila, Brahmitaila, etc. daily for Shira Shuddhi. Applying 2 to 3 drops in both nostrils and with a little very simple inhalation, and doing hot salt water gargle. Very simple, only 2 to 3 minutes. Then daily after wake up, after the body cleansing, take 1 or 2 glasses of lukewarm water. Then after 12 minutes, do yogasans like Matsyasan, Pavanmuktasan, Merudandasan, Dhanurasan, Bhujangasan, like very simple yogasans for 20 to 30 minutes. From 7 years age, if we take maximum care, after 3-4 years also we can teach our kids to start these yogasans. Then take an oil massage daily before bath, as it enhances the circulation and immunity. Avoid tobacco, alcohol, or other any addictions to in adults, and avoiding the
starting of pancreas, charas, everything is available as even chocolates also in school, nearby schools for kids. So maximum try to avoid all these drug addictions. Avoid intake of old and Ajinomoto added food items which are common in our fast food. So we should maximum avoid giving fast food, allowing fast food and non-veg items to our kids and to our children in schools. Our teachers should be keen interested to make use of this. Do dhyana. Dhyana means any type of prayer according to their interest, and pranayama suitable for the body and mind, and stay calm always, avoiding all types of negative manobhavas like krodha, dvesha, vidvesha, vairagya, like that, jealous, hatredness, everything, and pessimism. With each hour inhalation during the pranayama, fill our body with maximum positive energies like happiness, optimism, respect, love, and carefulness towards us and towards all. And take safety measures if being exposed to radioactive substances. Avoiding harmful use of plastics. Avoid overuse of phone. Take hida and midahara. That is hidam bruyad, midam bruyad, and nityam hidahara vihara sevi, according to Ayurveda. Those with a family history of cancer take advices from Vaidyas, expert and experienced Vaidyas, and take preventive measures accordingly. Enhance immunity against cancer by intake of Indugandha tablet, syrup, or grida. Kanchanara Gulgulu tablet, Chanprash Lehya, or syrup. Sugar-free Chanprash also is available there in our market for diabetic patients. Brahmarasayan is a wonderful anti-cancer remedy. Haridra Kanda. And nowadays, allergic in Immunoplus named maximum potency form of Haridrakanda and Indugandha is the allergy Immunoplus granule in very palatable, tasty form, and that should be added in our daily routine life. That is my request. And keeping a morality in all manner throughout our life. Then necessity of integration. Doctor, questions sorry. അപ്പോൾ ഞാൻ മെയിൻ പോയിന്റ്സ് പറയാം. എവിടേക്കായിരുന്നു ഞാൻ എന്റെ ഇന്റഗ്രേഷൻ എന്റെ സാധ്യത ഞാൻ സ്റ്റഡി ചെയ്ത കേസസ് ആണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം ഞാൻ മാത്രം പറയാം. റെഡ്യൂസസ് സൈഡ് ഇഫക്ട്സ് ഓഫ് ഓർ ടോക്സിക് ഇഫക്ട്സ് ഓഫ് കീമോ മെഡിസിൻസ്, radiation treatment, cryosurgery, etc. Reduces cachexic conditions like nausea, vomiting, excess fatigue, anemia, weight loss, insomnia, depression, etc. Speed up the rate of healing, maintains the body strength. Patients can come to the normal healthy life comparatively in a short span of period, also with a short and less expenditure. That is the quality of integration of both our sciences. Hence, in my opinion, it is the need of our to make it practical in all our oncology centers to get the facility of this holistic approach for all needed patients. Otherwise, allow the patients to do Ayurveda in required areas. It is the duty of our concerned authorities, also of all our cancer treating physicians and the public, especially the Lions Club authorities. Thank you very much, and extremely sorry for taking more time. Okay. Thank you, ma'am. Thank you. Even though the time has exceeded, we have got a handful points to take away home in this late night. Thank you, ma'am. It was really a mind-blowing session. We have got more to know about what is cancer and what is mainly with the pediatric cancer, and moreover, your experience in this field. And if anyone have the questions to raise, we'll just, as the time has exceeded, we'll just give a 5 minutes. If anyone, either you can post it in the chat
or you can raise your hands and ask the question. Shall we move on to the concluding session? Madan sir? Yes, please. Okay. And if at all anyone is having any doubt, you can just coordinate with any of our members, AMI Ernakulam area members, and we'll give you the number of Suseela ma'am, if she don't mind. So thank you, ma'am, for your wonderful session. And for the conclusion, for the vote of thanks, I call upon Dr. Anavadya Srikumar. She is the area convener ad hoc committee, Kakinad. I call Dr. Anavadya. Thank you, Dr. Aishwarya. It gives an immense pleasure to deliver the vote of thanks for this event to all dignitaries assembled here. I would like to thank our chief guest who honored this function with inspirational thoughts, and from my heart, I thank you, Dr. Suseela ma'am, for such a worthy class. Once again, thank you all in the name of AMI Ernakulam area. Thank you once again. Thank you, Doctor. We once again thank our Lions members, those who have attended this session and also have given an opportunity to have an association with you. And hereby we are extending our again future endeavors to be whole within you. Thank you, one and all. And thank you all the doctors and all the friends who have attended this session. Thank you, ma'am, for your wonderful time. Suseela ma'am. Thank you, Dr. Aishwarya. Thank you very much for all. Thank you very much, this Lion VC James District Governor. Thank you all. I heard everything. Yeah, thank you, sir. Thank you. Yeah. Thank you very much. Thank you, sir. Thank you. We have really enjoyed the session. Thank you. Yes, sir. Yeah, thank you. For your valuable time and for watching my. Thank you everyone. Thank you for being with us, for hearing us. Thank you very much. And ഇതൊരു വളരെ എന്താ പറയാ നമുക്ക് കോൺഫിഡൻസ് ബിൽഡിംഗ് കൂടി ആയിട്ടുള്ള ഒരു സെഷനാണ്. കാരണം ആയുർവേദത്തിൽ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു തരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇത് കേൾക്കാൻ വന്ന ഡിസ്ട്രിക്ട് ഗവർണറിന് അതുപോലെ തന്നെ മറ്റുള്ള dignitaries from the Lions group and also the doctors, thank you very much. Thank you Dr. Suseela for such a wonderful class. Thank you. Thank you very much. Yes, sir. Thank you very much. Okay. Thank you all. Good night. Good night. Good night. Thank you. Good night. Good night. Thank you, Pushpali ma'am. Thank you. Okay, bye. Okay.